ഹായ് ഹലോ മൈ ഡിയേഴ്സ്, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചോ? അതോ എല്ലാവരുടെ പാട്ടിന് പോയോ? ഏതായാലും നാളെ എക്സാം ഉള്ള സ്ഥിതിക്ക് എല്ലാവരും പെട്ടെന്ന് ഓടിച്ചാടി പോകുന്നൊന്നും വിചാരിക്കുന്നില്ല. സോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻസ്? എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയായി? സുഖമായിട്ട് പോകുന്നോ? കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡിസ്കോഴ്സസ്, അതുപോലെ തന്നെ ചാപ്റ്റർ സമ്മറി, അതിൽ നിന്ന് വരാൻ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിലും പ്രശ്നമില്ല, വി വിൽ ബി ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ള പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു ബിറ്റിൽ നമ്മൾ ഒരു വളരെ കുറഞ്ഞൊരു ടൈമിൽ വിൽ ബി ഗിവിങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് സെക്കൻഡ് വോളിയം ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് പഠിച്ച ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സസ്, പിന്നെ ക്യാരക്ടർ സ്കെച്ചുകൾ, അത്തരത്തിലുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ഷാൽ വി ഗെറ്റ് സ്റ്റാർട്ടഡ്? നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കളയാം. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് ഡിസ്കസിങ് അബൌട്ട് ദ ചാപ്റ്റർ ദ സ്കോളർഷിപ്പ് ചാപ്റ്റർ. അറിയുന്ന ചാപ്റ്ററാണ്, ഒരു പ്രശ്നമില്ലാത്ത ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. മാതാ സാലിനാസ് എഴുതിയിട്ടുള്ളതാണ്. സോ ദ സ്പീക്കർ ഹെർസെൽഫ് ഇസ് ദി ക്യാരക്ടർ. അവരുടെ സ്റ്റോറി തന്നെയാണ് നമ്മുടെ അടുത്ത് സ്കോളർഷിപ്പ് ജാക്കറ്റിൽ പറയാം. സോ ബീങ് സ്റ്റുഡൻസ് നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ആയിരിക്കും മാതാ സാലിനാസിൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പോർട്രേ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹായ് ഹലോ എവ്രി വൺ, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഫൈൻ. ഓക്കെ, നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മളെല്ലാം പറഞ്ഞു പോകും കേട്ടോ. എവറിത്തിങ് വിൽ ബി കവേർഡ് ഇൻ ദിസ് വീഡിയോ. യെസ്, ഹായ് ഹലോ ഹായ് അലീന, ഹായ് അഭിജിത്ത്, ഹായ്. ഓക്കെ, ഫൈൻ. ശരി, അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഗുഡ് ഈവനിങ്. യെസ്, ഫൈൻ. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വർത്താനമൊക്കെ പറയാം. ഇറ്റ്സ് ഫൈൻ. നമുക്ക് എന്തായാലും തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ചെറുതായിട്ട് മടിയൊക്കെ പിടിച്ച് ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വിൽ ബി ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് സംതിങ് എൽസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്കോളർഷിപ്പ് ജാക്കറ്റ്, ആ ഒരു നമ്മുടെ ടൈറ്റിൽ, ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്തൊക്കെയായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? വാട്ട് വാസ് സോ സ്പെഷ്യൽ അബൌട്ട് ദറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? എന്തായിരുന്നു ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ബി ഹാവിങ്, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, an S, അല്ലേ, ഒരു ഗോൾഡൻ S വിൽ ബി ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഗോൾഡൻ ജാക്കറ്റ്, ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഫ്രം highest who scored best grades in the all the classes, and it will be awarded during that class of 8th standard ലേക്ക് വരുന്ന കുട്ടിക്കായിരിക്കും they'll be getting that particular scholarship jacket. Okay, fine. അപ്പോൾ അതാണ് നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാനുള്ളത്. സോ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഹയസ്റ്റ് പവറിലുള്ള ഒരു മെഡലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, എനിക്ക് ആ ഒരു സംഭവം വേണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് വേണം. സോ ലൈക്ക് വൈസ് ഇവിടെ നമ്മുടെ മാത്തയ്ക്കും ഷി വാസ് ഓൾസോ വെരി കീൻ അബൌട്ട് ഗെറ്റിംഗ് ദാറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പം മാത്രമല്ല ഈ കുട്ടി വളരെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷി വാസ് വെരി ഷുവർ ദാറ്റ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ദിസ് ജാക്കറ്റ്. അതുകൊണ്ട് ഭയങ്കര ഷുവർ ആയിരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്, മാത്തയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. മാത്ത വാസ് എ പുവർ ചൈൽഡ്, ഷീ ബിലോങ് ടു എ പുവർ ഫാമിലി. അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് മക്കളുള്ളതുകൊണ്ട് തന്നെ ഇവള് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് പിറന്ന കുട്ടിയായെന്നുള്ള നിലയ്ക്ക് എല്ലാ കുട്ടികളുടെയും കൂടെ വിദ്യാഭ്യാസവും അവരുടെ ചെലവുകളൊന്നും നോക്കാൻ പറ്റാത്തത് കൊണ്ട് വാട്ട് ഡിഡ് ദേ ഡു, അവരെന്താ ചെയ്തത്, ഇവളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവിടെ നിന്നാണ് അവളുടെ എഡ്യൂക്കേഷൻ ബാക്കി പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പം ഇവർ അത്ര വെൽ ടു ഡു അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ മാർത്തയ്ക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അതിന് വേറെ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ആൻഡ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, വേറെ ടൈപ്പ് ഓഫ് ഇതുപോലെയുള്ള അവാർഡ്സ്, മെറിറ്റ്
അങ്ങനത്തെ പരിപാടികൾ സ്പോർട്സിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ ആർട്സിൻ്റെ മേഖലകളിലും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്സിൻ്റെ മേഖലകളിലും ഹി വാസ് വെരി ഗുഡ്. നല്ല രീതിക്ക് ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള ബോഡിയൊക്കെ ആയിരുന്നു മാർത്തയ്ക്ക്, നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം മാർത്തയ്ക്ക് ആ ഒരു മേഖലകളിൽ അത്രയധികം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങോട്ട് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവിടെ കിട്ടാൻ പറ്റാതെ പോയതിൻ്റെ കാരണം സ്പോർട്സിനൊക്കെ പോകേണ്ടി വരുമ്പോഴേക്കും ദേ വിൽ ബി ഹാവിങ് സം രജിസ്ട്രേഷൻ ഫീസ്, അല്ലെങ്കിൽ ദേ വിൽ ഹാവ് ടു ബൈ സം എക്സ്ട്രാ ഡ്രസ്സസ് ഫോർ സ്പോർട്സ്. ഓരോ സ്പോർട്സിനും പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ വേണ്ടി വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി മോർ എക്സ്പെൻസീവ്. അപ്പോൾ അതിനൊക്കെ വേറെ പ്രത്യേകിച്ച് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാർത്തയ്ക്ക് ആ ഒരു ഫീൽഡിനോട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ അത്രയ്ക്കൊരു ഒരു ചാൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇറ്റ് വാസ് ഓൺ ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പം ഇവളുടെ ചേച്ചിയായിട്ടുള്ള റോസി അവള് ഈ പറഞ്ഞ പോലെ ഇവളെ പോലെ പഠിച്ചു വന്ന് ഇങ്ങനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് മേടിച്ച ഒരു കുട്ടിയായിരുന്നു. സോ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഫാമിലിയിൽ കുട്ടികളൊക്കെ നല്ലോണം പഠിച്ച് അല്ലെങ്കിൽ നല്ല രീതിക്ക് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ട് മാർത്ത കെയിം ടു നോ അബൌട്ട് സംതിങ്. ഓക്കെ, അപ്പം ഒരു ദിവസം അവളുടെ PE ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് ഷി ഹാസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 of her ടീച്ചേഴ്സ്. 2 ടീച്ചേഴ്സിന്റെ കോൺവെർസേഷൻ അവൾ അവിടെ കേൾക്കുകയാണ്. ആൻഡ് ദ ടീച്ചേഴ്സ് വേർ ആരുടെയൊക്കെ കോൺവെർസേഷൻ ആണ് നമ്മുടെ മാർത്ത കേൾക്കുന്നത്? ക്യാൻ എനിവൺ ആൻസർ? യെസ്, അപ്പം നമ്മുടെ മിസ്റ്റർ ബൂൺ ആൻഡ് നമ്മുടെ മിസ്റ്റർ ബൂൺ ആൻഡ് സ്കിമിറ്റ് അല്ല, 2 പേരുടെ കോൺവെർസേഷൻ ആണ്. ദ മാത്സ് ടീച്ചർ ആൻഡ് മിസ്റ്റർ ബൂൺ ആൻഡ് മിസ്റ്റർ സ്കിമിറ്റ്, മാത്സ് ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഏത് ടീച്ചറാണ്? മാത്സ് ആൻഡ് ടീച്ചർ. ആ ടീച്ചർ 2 ടീച്ചേഴ്സ് തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആണ്. ഹിസ്റ്ററി ടീച്ചറുമാണ്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മുടെ മാർത്ത കേൾക്കാനിടയാവുകയാണ്. അപ്പോൾ ആ കോൺവെർസേഷനിൽ നിന്ന് മാർത്ത കെയിം ടു നോ അബൌട്ട് ദിസ് തിങ് ദാറ്റ് ഇവർ കോൺവേഴ്സ് ചെയ്യുന്നത് എന്നെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് മാർത്തയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലായി ഇവർ സംസാരിക്കുന്നത് ഇവൾക്ക് കൊടുക്കേണ്ട ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വാട്ട് വാസ് വൈ വാസ് മാർത്ത സാഡ്? ഈ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോഴേക്കും വൈ വാസ് മാർത്ത സാഡ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു വൈ വാസ് മാർത്ത സാഡ്? എന്തുകൊണ്ടാണ് മാർത്ത സാഡ് ആയത്? ബിക്കോസ് ഷി ഓവർഹേർഡ് ദിസ് കോൺവെർസേഷൻ അബൌട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ്, അല്ലെങ്കിൽ മാർത്തേനെ പറ്റി ഇവർ നടത്തിക്കൊണ്ടിരുന്ന ആ കോൺവെർസേഷൻ ഷി ഹേർഡ് ദാറ്റ്. ഓക്കെ, അങ്ങനെ കേൾക്കണമെന്ന് വിചാരിച്ച് കേട്ടതൊന്നുമല്ല, ബട്ട് സംഹൗ ഷീ ഹേർഡ് ദാറ്റ്. ഇനി അവർ സംസാരിക്കുന്നത് എന്താ? ദിസ് മിസ്റ്റർ ബൂൺ, ആ മിസ്റ്റർ ബൂൺ എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് ടീച്ചറാണ്. ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു അനദർ സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് ജോവാൻ. ജോവാൻ എന്ന് പറയുന്ന ആ സ്കൂളിലെ തന്നെ ഒരു എന്താണ് അവരുടെ മാനേജ്മെന്റിലുള്ള ഒരു വലിയ പൈസക്കാരനായിട്ടുള്ള ഒരാളുടെ മോളാണ്. സോ ജോവാന് നമ്മുടെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണം എന്നുള്ള രീതിക്കാണ് നമ്മുടെ മാത്സ് ടീച്ചർ, അതായത് മിസ്റ്റർ ബൂൺ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ഹിസ്റ്ററി ടീച്ചർ സ്കിമിഡ് ഹി വാസ് ആക്ച്വലി ഇൻ ദ സൈഡ് ഓഫ് മാർത്ത. നല്ലോണം പഠിക്കുന്ന കുട്ടികൾ തന്നെ നല്ല രീതിക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു നമ്മുടെ ഹിസ്റ്ററി മാഷിനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ഇവരുടെ ആ കോൺവെർസേഷൻ മാർത്ത അറിയാണ്ട് കേൾക്കുകയാണ്. സോ ഷി വാസ് വെരി സാഡ്. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ട്. അപ്പം ആരും അറിയാണ്ട് അവൾ പോയിട്ട് തലവണയിലൊക്കെ പോയി തലകൊത്തി കരയുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഗ്രാൻഡ് മദർ ഷി വോണ്ട് ഹിയർ ഹെർ, അത് കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൾ വേഗം പോയി കിടന്ന് കരയുകയൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഷി വാസ് വെരി സാഡ്. അപ്പം ഇവള് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടു. സെക്കൻഡ് ഡേ ഇവിടെ സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും അവൾക്ക് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ഒരു ഇൻവിറ്റേഷൻ, ഒരു കോള് വരികയാണ്. ആൻഡ് നൗ ഷീ ജസ്റ്റ് വെന്റ് ദർ. അവിടേക്ക് പോവുകയാണ്. പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്താണ് ഷി വാസ് എക്സ്പെക്ടിങ്, എന്തൊക്കെയോ അവൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം ഇറ്റ് ഷോക്ക്ഡ് ഹർ സമ്മോർ, കുറച്ചും കൂടെ അവളെ ഷോക്ക് ചെയ്യാൻ പാകത്തിനുള്ളതായിരുന്നു. വാട്ട് വാസ് ദറ്റ് ഷോക്കിംഗ് ന്യൂസ്? അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇനി മുതൽ നിന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് അതൊരിക്കലും പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയായിരിക്കും, പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് എമൗണ്ട് ഓഫ് മണിയും കൂടെ നിങ്ങൾ തരണം. ആ ഒരു എമൗണ്ട് ഓഫ് മണി തരാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇനി മുതൽ നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രിൻസിപ്പൾ മാർത്തയുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് പറയുമ്പോഴൊക്കെ പ്രിൻസിപ്പൾ ഹി വാസ് ആക്ച്വലി ഫിജറ്റിംഗ്, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഹി ഓൾസോ നോ ദാറ്റ് ഇവർ ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് ഇത് കൊടുക്കാണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പ്രിൻസിപ്പളിന് വരെ അറിയാം. പക്ഷേ ഹി ഈസ് വെരി ഫോഴ്സ്ഡ്. അപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞ് അവളെ വീട്ടിലേക്ക് വിടുകയാണ്. സോ യു ജസ്റ്റ് കൺസൾട്ട് വിത്ത് യുവർ ഗ്രാൻഡ് ഫാദർ, എന്നിട്ട് കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് നമ്മുടെ മാർത്തനെ പറഞ്ഞയക്കുകയാണ്. ഓക്കെ, അപ്പം മാർത്ത ഈസ് നൗ വെരി ഹോപ്പ്ലെസ്. മാർത്തയ്ക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അപ്പം മാർത്ത തിരിച്ചു പോവുകയാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ ഹി ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചെന്നിട്ട് മാർത്ത ഈസ് എക്സ്പ്ലെയിനിങ് ഓൾ ദീസ് തിങ്സ്. അപ്പം മാർത്ത പറയുകയാണ് എനിക്ക് കുറച്ച് പൈസ വേണം, സോ ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് ദി സ്കോളർഷിപ്പ്
scholarship jacket. And the only question grandfather asked ഏതാണ്? What was that question? What is the meaning of this scholarship jacket? ഗ്രാൻഡ്ഫാദർ ആകെപ്പാടെ ഒന്ന് ആക്റ്റീവായിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെയാണ് ദി എൻറ്റയർ സ്റ്റോറി, ആ ഒരു എൻറ്റയർ സ്റ്റോറിയുടെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ തന്നെ ക്രക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആൻഡ് മാർത്ത ഇവിടെ പറയുകയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത എനിക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ഈ പറഞ്ഞ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആൻഡ് ദി ആൻസർ ഫ്രം ദി ഗ്രാൻഡ് ഫാദർ, അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് വെനെവർ യു ജസ്റ്റ് വർക്ക്ഡ് ഹാർഡ്, എന്തുകൊണ്ടാണ് നിനക്കിത് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്? നീ അത് പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ബൈ ദാറ്റ് ഫ്രം മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ പോരെ, പിന്നെ എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെടാൻ നിൽക്കുന്നത്? അപ്പം നീ അത് പൈസ കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പം നീ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല. അതല്ലാതെ വാങ്ങണമെങ്കിൽ നിനക്കൊരു റിവാർഡ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ എപ്പിസ് ഓഫ് അപ്രിസിയേഷൻ എന്നുള്ള രീതിക്ക് നിനക്ക് കിട്ടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല. ആൻഡ് ഐ വോണ്ട് ഗിവ് യു എനി മണി, ഞാൻ നിങ്ങൾക്ക് ഒരു പൈസയും തരത്തില്ല എന്ന് ചെന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കാണ്. ഷി വാസ് വെരി സാഡ്. ആൻഡ് തിരിച്ച് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് ഇവളെ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കുകയാണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ വാസ് വെരി എക്സൈറ്റഡ് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിരുന്നു, ഷോക്ക്ഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? നിന്റെ മുത്തശ്ശൻ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈ കാൺട്ട് ഹി ജസ്റ്റ് ഗിവ് സം മണി, കുറച്ച് പൈസ തന്നൂടായിരുന്നു, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പം മാർത്ത പറയുന്ന ആൻസർ ഇതാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല, അതുകൊണ്ട് എനിക്കത് വേണ്ട, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ പൈസ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നൗ ദി പ്രിൻസിപ്പൽ ഹാസ് ഗോട്ട് സം റെവലേഷൻ. പ്രിൻസിപ്പലിൻ്റെ കാര്യങ്ങൾ ബോധ്യമായി. അദ്ദേഹം പറയാണ്, അറ്റ് മൈ റിസ്ക് ഐ വിൽ ടോക്ക് വിത്ത് ദി മാനേജ്മെന്റ് ആൻഡ് ഐ വിൽ ഗിവ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു യു. അപ്പം ഞാൻ എൻ്റെ റിസ്കിൽ ഇപ്രാവശ്യം കൂടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എന്ത് തരാം, നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ നൗ ഷീ ഈസ് വെരി ഹാപ്പി. ഈ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ആ ഒരു സെന്റൻസ് കൊണ്ട് മാത്രമാണ് ഇറ്റ് മെയ്ഡ് ആൻ ആൾട്ടർനേഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ തീരുകയാണ്. തിരിച്ചു പോകുമ്പോഴേക്കും ഷീ ഈസ് വെരി എന്തൂസിയാസ്റ്റിക്, വെരി ജോയ്ഫുൾ. പോകുന്ന വഴിക്ക് മേഡം നമ്മുടെ ഹിസ്റ്ററി മാഷിനെ കാണുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഓ യു ആർ ഗെറ്റിംഗ് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നും അറിയാത്ത രീതിയിൽ ഇവളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, പാമ്പർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഷീ ന്യൂ എവറിത്തിങ് വെൽ, നടന്ന കാര്യങ്ങളെല്ലാം ഇവൾക്ക് നല്ല രീതിക്ക് അറിയാം. And she just returns back to home and she just describes all these things to grandfather. Grandfather അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഗ്രാൻഡ് ഒരിക്കലും ഓവർ എന്തൂസിയാസ്റ്റിക്കോ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിയോ ഒന്നും ആവുന്നില്ല. Okay, and now she just grandfather just sends her to the home back. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വിടുകയാണ്. You just go and help your grandmother എന്ന് പറഞ്ഞിട്ട്. Okay, so that is a very pleasant story, scholarship jacket. അപ്പം the importance of scholarship jacket. Why was this scholarship jacket important to Martha Salinas എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. Okay, ഇനി what all difficulties did Martha had to face while receiving this scholarship jacket? അതൊന്ന് ഓർത്ത് വെക്കുക. Next question. ഇനി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്തയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്. മാർത്ത സലീനാസ് എന്ന് പറയുന്നത് നോട്ട് ആക്ച്വലി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിട്ടില്ല, ബട്ട് ഷീ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോലെ, സ്പീക്കറും അദ്ദേഹം തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവരെ പറ്റി നല്ലൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അവരെ പറ്റി പറയുന്നുണ്ട് ഭയങ്കര ലീനാണ്, ബീൻ പോൾ എന്നൊക്കെ അവളെ കളിയാക്കി വിളിക്കുന്നുണ്ട്. സോ വെനെവർ യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്കെച്ച് എഴുതാൻ പറയുമ്പോഴേക്കും യു ക്യാൻ ജസ്റ്റ് ആഡ് ഓൾ ദീസ് തിങ്സ്. ഇനി ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ എത്രത്തോളം നമ്മുടെ ഈ ഒരു കഥയിൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദെൻ ദി ഡിഫറൻസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മിസ്റ്റർ ബൂൺ ആൻഡ് മിസ്റ്റർ സ്കിമിറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് നൗ വാട്ട് ഇഫ് നിങ്ങൾക്ക് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ ഈ പറഞ്ഞ രീതിക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. നോട്ടീസ് എന്ന് പറയുമ്പോഴേക്കും മാർത്തേനെ സ്കൂളിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. സോ യു ആർ ദ സെക്രട്ടറി ഓഫ് എ പെർട്ടിക്കുലർ ക്ലബ് ആൻഡ് യു ജസ്റ്റ് വാണ്ടഡ് ടു ഇൻവൈറ്റ് ഓൾ ദി പാരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യു മേ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ ഒരു നോട്ടീസ് വരാം. ഇനി ഈ മാത്തയ്ക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞൊരു ന്യൂസ് റിപ്പോർട്ട്, ഇറ്റ് ക്യാൻ ഓൾസോ കം. ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിൽ ബി ഡിസ്കസിങ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഓൾസോ. നമ്മൾ അതും കൂടെ പറയും. ദെൻ നോട്ടീസ് നമ്മൾ പറഞ്ഞു, ദെൻ ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞു, ക്യാരക്ടർ സ്കെച്ച്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇവിടെ വരാനുള്ളത്. ദെൻ ഫോർമൽ ലെറ്റർ ഓൾസോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് വരാനുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഫൈൻ. നൗ നമുക്ക് ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിച്ച് വൺ? നെക്സ്റ്റ് വൺ ഇസ് നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് വൺ വി ഹാവ്
വൺ പോർഷൻ ഓഫ് പോയട്രി ആണ്. പോയട്രി എന്ന് തന്നെ പേരുള്ള ഒരു പോയം. ഓക്കെ, പോയം സ്റ്റോറിയൊക്കെ കേട്ട് ബോറടിച്ചോ? എല്ലാവരും കുറേ കാലമായിട്ട് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, എന്താണ് ഇനി പോയട്രി നോക്കിയാലോ നമുക്ക്? പോയട്രിയെ പറ്റി വല്ലതും അറിയാം? എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? ദിസ് പോയട്രീനെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? നമ്മൾ കഴിഞ്ഞ റീസെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഭയങ്കരമായിട്ടുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എന്തൊക്കെയാണ് ഭയങ്കര ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ യു വിൽ ബി കൺഫ്യൂസ്ഡ്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ കേട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പാബ്ലോ നെരൂദ, ഇറ്റ് ഇസ് റിട്ടൺ ബൈ പാബ്ലോ നെരൂദ. ഗുഡ്. Poetry is a spontaneous overflow of powerful emotions. Okay. Okay. ഫൈൻ. ഇനി എന്താ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു തീമും കുറച്ചുള്ള പോയറ്റിക് ഡിവൈസസും. എന്താണ് പോയറ്റിക് ഡിവൈസസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവോ? വൈ ആർ വി യൂസിങ് പോയറ്റിക് ഡിവൈസ്? നിങ്ങൾ എല്ലാ എക്സാമിനും അവരിങ്ങനെ ചോദിക്കാറുണ്ട്, വിച്ച് പോയറ്റിക്, ഒരു ലൈൻ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ഇതിൽ യൂസ് ചെയ്തത്. എന്തുവാ ഈ പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? എന്തിനാ ഈ പോയറ്റിക് ഡിവൈസസ് ഒക്കെ എല്ലാ പോയിന്റ്സിലും കൊണ്ടുവരുന്നത്? ഡു യു നോ ദാറ്റ്? അതിന്റെ കോസ് എന്താണെന്ന് വല്ലതും എല്ലാവർക്കും അറിയാമോ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ആഡഡ് ടു ബ്യൂട്ടിഫൈ ദ പോയം. ഒരു പോയത്തെ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളിപ്പം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ ഒരു ടൂറിന് പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും യു വിൽ ബി ഡ്രസ്സിങ് അപ്പ്, നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ ആക്സസറീസ്, ഒന്നെങ്കിൽ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഷൂ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്സസറൈസ് ചെയ്യും. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു പോഷ് ലുക്കിലേക്കൊക്കെ വരും അല്ലേ? സോ ലൈക്ക് വൈസ് അതുപോലെ തന്നെ നമ്മൾ ഈ പോയട്രിക്കും നമ്മൾ ഈ പോയറ്റിക് ഡിവൈസസ് ആഡ് ചെയ്യുന്നത് ടു ബ്യൂട്ടിഫൈ ദം. അവർക്ക് കുറച്ചും കൂടി ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒന്ന്, പക്ഷെ അവർക്ക് ഭംഗിയാണ് വരുന്നതെങ്കിൽ നമുക്ക് പണിയാണ് വരുന്നത്, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇറ്റ് ഈസ് ടു ബ്യൂട്ടിഫൈ ദി പോയം. പോയറ്റിക് ഡിവൈസസ് ആഡ് ടു ബ്യൂട്ടി ഓഫ് ദി പോയം. ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ ദി പോയറ്റ് ഗോട്ട് ദിസ് പെർട്ടിക്കുലർ പോയറ്റിക് ഇൻസ്പിറേഷൻ. എങ്ങനെയാണ്, നിങ്ങൾ ആർക്കെങ്കിലും മറ്റേ നിമിഷ കവികളൊക്കെ ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പോയം പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള നിമിഷ കവികളൊക്കെ ഉണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ പറയില്ലായിരിക്കും, ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ അല്ലേ? അപ്പോൾ ഒരു പോയം പറയാൻ അല്ലെങ്കിൽ വേഗം ഒരു കവിത ഇങ്ങോട്ട് പാടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മതി കേട്ടോ, വേറെ ആരുടെയും കവിതയൊന്നും കട്ടെടുത്ത് പാടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് നിങ്ങളുടെ അടുത്തൊരു പോയം, ഒരു എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടൊരു 2 വരി വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിൽ യു ബി ഏബിൾ? ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഓക്കെ. അപ്പം ഇതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പോയറ്റിന് ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ, എങ്ങനെയാണ് പോയറ്റിന് പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിതകൾ എഴുതാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്? ഹൗ ഡിഡ് ഹി ഗോട്ട് ദാറ്റ്? ഹൗ ഡിഡ് ഹി ഗെറ്റ് ദാറ്റ്? എങ്ങനെയാണ് അതൊക്കെ കിട്ടിയത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ ഫൈൻ. നോക്കാം നമുക്ക് എന്തായാലും. ആദ്യം പറയുന്നത് ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വെനെവർ വി ആർ ഇൻ നീഡ് ഓഫ് സംതിങ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് അതിനെ തേടി പോവുക അല്ലേ? യു വോണ്ട് സം, നിങ്ങൾക്കിപ്പോൾ ഒരു ബിരിയാണി വേണം, എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമോ ബിരിയാണി? അല്ലെങ്കിൽ നിങ്ങളൊരു കൂൾ ഡ്രിങ്ക്സ് വേണം, നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമോ കൂൾ ഡ്രിങ്ക്സ്? ഇല്ല. whenever you want something, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ you just have to go there. ഇപ്പം നമുക്ക് പിന്നെ എന്താണ് സ്വിഗ്ഗി പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെത്തും. ബട്ട് ഐ എം നോട്ട് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ you just have to go to that shop and buy that. എന്തെങ്കിലും വാങ്ങണം അല്ലേ? സോ ഹിയർ ഓൾസോ ദ പോയറ്റ് വാണ്ടഡ് ദാറ്റ് പോയറ്റിക് ഇൻസ്പിറേഷൻ. പക്ഷേ ഇവിടെ നടന്നത്, ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്നതിന് പകരം പോയട്രി കെയിം ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ ഇങ്ങോട്ടാണ് അന്വേഷിച്ച് വന്നത്. അവിടെ തന്നെ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇൻവേർഷൻ നമുക്ക് അവിടെ കാണാം അല്ലേ? ഇങ്ങോട്ട് നടക്കേണ്ട കാര്യം ഓപ്പോസിറ്റ് ദിശയിലാണ് നടന്നത്. സോ എ കൈൻഡ് ഓഫ് ഇൻവേർഷൻ ഇസ് ഹാപ്പനിങ് ദർ. ഇനി അവിടെ പോയറ്റ് ഇസ് വെരി കൺഫ്യൂസ്ഡ്. ഇത് എവിടെ നിന്നാണ് വന്നത്? ഫ്രം വേർ ഡിഡ് ദിസ് പോയറ്റിക് ഇൻസ്പിറേഷൻ കം ടു മീ? എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ്? വല്ല കാട്ടിൽ നിന്നാണോ, അല്ലെങ്കിൽ വല്ല മേട്ടിൽ നിന്നാണോ, നാട്ടിൽ നിന്നാണോ, അല്ലെങ്കിൽ സൈലൻസ് ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണോ, അതോ എല്ലാവരും കൂടെ ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നിന്നാണോ, അതോ ഇനി വിന്ററിലാണോ സമ്മറിലാണോ? എവിടെ നിന്നാണ് പോയട്രി എൻ്റെ ഉള്ളിലേക്ക് വന്നത്, അല്ലെങ്കിൽ പോയറ്റിക് ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയതെന്ന് ഐ എം നോട്ട് ഷുവർ.
എനിക്ക് എവിടെന്നാ കിട്ടിയെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. സംഹൗ ഇറ്റ് റീച്ച്ഡ് മീ, എൻ്റെ അടുത്തേക്ക് അതെങ്ങനെയോ എത്തിയിട്ടുണ്ട്. ദെൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് സംഹൗ ഇറ്റ് ടച്ച്ഡ് മീ. ആ ഒരു വന്നതിന് ശേഷം ഇറ്റ് വാസ് ലൈക്ക് ഐ ആം ഹാവിങ് എ കൈൻഡ് ഓഫ് ഫയർ ഇൻസൈഡ് മീ. എനിക്കൊരു ഒരു ടൈപ്പ് ഓഫ് ഫയർ എൻ്റെ ഉള്ളിലേക്ക് വന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ആൻഡ് നൗ അത് വന്നതിന് ശേഷം ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. ആ വന്നതിന് ശേഷം എന്താ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ആൻസറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണുന്നത് എന്താ, പോയട്രി വന്നതിന് ശേഷം വാട്ട് ഓൾ തിങ്സ് ചേഞ്ച്. പോയറ്റിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പോയട്രി വന്നതിന് ശേഷം അദ്ദേഹത്തിന് മറ്റേ ഉണ്ണാനും വയ്യോ ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരവസ്ഥയാണ്. ഇങ്ങോട്ട് വന്നതിന് ശേഷം സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല, എന്തൊക്കെയാണ് കാണുന്നത്, കണ്ണ് കാണാണ്ടായോ, ചെവി കേൾക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ആണ് നമ്മുടെ പോയറ്റ് എത്തുന്നത്. അപ്പം അദ്ദേഹം ഹീ സോ ഫുൾ ഓഫ് ഹിസ് സോൾ ഇസ് വെരി ഫുൾ നൗ. അപ്പോൾ അയാളുടെ സോളൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മുടെ പോയറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നൗ ഹി ഫെൽറ്റ് ലൈക്ക് ഫോർ ഫീവർ ഓർ forgotten wings and I made my own way deciphering that fire. അപ്പം നമ്മുടെ പോയറ്റിന് ഫീൽ ചെയ്യാണ് ഐ എം ഹാവിങ് സം വിങ്സ്, ഇങ്ങനെ ഒരു ബോധമില്ലാണ്ട് ഞാൻ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഹി നോ ദാറ്റ് സംതിങ് ഇസ് ദർ, സം ഫയർ ഇസ് ഇൻസൈഡ് മീ. അതാണ് ഇപ്പം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹിയർ വി സീ forgotten things, we are seeing fever, then fever or forgotten fever എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഓക്കെ ഫൈൻ. ഓൾറൈറ്റ്, നമുക്കിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ പോയട്രി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിതാ ദെൻ ഐ റോട്ട്, എന്ത് സംഭവിച്ചു? പോയട്രി വന്നു, അപ്പോൾ പയ്യെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്താ എഴുതാൻ തുടങ്ങിയത്? ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിൻ ലൈൻ. ആദ്യം തൊട്ട് എഴുതി തുടങ്ങിയ ലൈൻസ് ഒക്കെ ഭയങ്കര അടിപൊളി ലൈൻസ് ആയിരുന്നോ? നോ, നെവർ. ആദ്യം ഞാൻ എഴുതി തുടങ്ങിയിരുന്ന ലൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഫെയിൻറ്റ്. ആർക്കും അത്ര അടിപൊളിയായിട്ട് ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അത്ര മീനിങ് ആയിട്ടുള്ള ലൈൻസ് ഒന്നുമല്ല ഞാൻ എഴുതിക്കൊണ്ടത്. ഇറ്റ് വാസ് പ്യുവർലി നോൺസെൻസ്. പ്യുവർ വിസ്ഡം, pure nonsense, pure wisdom or someone who knows nothing and I suddenly saw the heavens. ഇപ്പം എന്ത് സംഭവിച്ചു? ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ എഴുതുന്ന പോലെയായിരുന്നു. ഐ വാസ് ജസ്റ്റ് റൈറ്റിംഗ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് പോംസ്. ഈ പോംസ് ഒക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഒന്നും അറിയത്തില്ലാത്ത ഒരു പൊട്ടൻ എഴുതുന്ന അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധി വിഡ്ഢിയായിട്ടുള്ള ഒരാൾ എഴുതുന്ന പോലെയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് പോയിംസ് ഒക്കെ കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്നത്. പക്ഷേ then it started to change. എനിക്ക് പിന്നീട് കുറേയധികം കാര്യങ്ങൾ, പുതിയ ഹെവൻസ് എൻ്റെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ ഓപ്പൺ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്, പി വരുന്നുണ്ട്, അലിറ്ററേഷൻ. ഓക്കെ, ആൻഡ് ദെൻ എൻ്റെ മുന്നിൽ ഒരുപാട് ഷാഡോസ് started to perforate. Then I saw all these things. എൻ്റെ മുന്നിൽ ഹെവൻസും അതുപോലെ തന്നെ അബീസ് എൻ്റെ മുന്നിൽ ഓപ്പൺ ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എവറിഥിങ് സ്റ്റാർട്ടഡ് ടു ഓപ്പൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ. Then coming to the last stanza, എന്ത് സംഭവിക്കുകയാണ്? ഇയാളിലേക്ക് poetic inspiration വന്നു. And he just felt like I, infinitely small being and drunk with great starry void likeness, image of mystery, felt myself a pure part of the abyss. And now the poet is getting a feel like he is part of everything. ഭൂമിയിലെ ഒരു ഭാഗമാണ്, abyss അതായത് പാതാളത്തിന്റെ ഒരു ഭാഗമായിട്ടും everything, he is part of everything. തനിക്ക് അറിയുന്നതും കാണുന്നതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു ഭാഗമായിട്ട് അദ്ദേഹം തന്നെ കാണുകയാണ്. ആൻഡ് നൗ താഴത്തേക്ക് വരുമ്പോഴേക്കും എന്താ, ഹി സ്റ്റാർട്ടഡ് ടു വീൽ ഓൺ ദി സ്റ്റാർസ്. അതായത് നമ്മുടെ സ്റ്റാർസിൻ്റെയൊക്കെ മേലെ രഥം ഓടിച്ച് അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് വെന്റിലൊക്കെ ഇങ്ങനെ കയറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. സോ ദാറ്റ് മീൻസ് ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് പോയട്രി ഇൻ എ വെരി ലൂസ് മാനർ, ഇൻ എ വെരി ഗുഡ് മാനർ. സാധാരണ രീതിക്ക് എഴുതുന്നത് പോലെ അല്ലാണ്ട് വളരെ നല്ല രീതിക്ക് അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല രീതിക്ക് അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ ഫ്രീഡത്തോടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് പോയം. അപ്പോൾ നമുക്ക് ഇതിനെ 3 കാറ്റഗറി എടുത്തിരിക്കാം. ഫസ്റ്റ് വൺ ബിഫോർ ദി കമ്മിങ് ഓഫ് പോയട്രി, രണ്ടാമത്തത് ആഫ്റ്റർ ദി കമ്മിങ് ഓഫ് പോയട്രി, and then finally he really becomes a poet. Okay, so I hope this poem is also clear. ഇതും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല. യെസ്, ഇനി നമുക്ക് ആ ഒരു ഇതിൽ തന്നെയുള്ള ഒരു 1 act പ്ലേ ആണ് ദ നെവർ നെസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിൽ ഓഫ് ദിസ് ചാപ്റ്റർ ആണ്. എന്താണ്, വാട്ട് ഈസ് മോർ സ്പെഷ്യൽ അബൌട്ട് ദിസ് about the title of this chapter? ഇവിടെ നോക്കിയേ, n. Again one kind of alliteration is
here, alle, never nest. And whenever a title or a sentence is having two nevers, അത് എത്ര വലിയൊരു നെഗറ്റീവ് തിങ് ആണ് അല്ലെ, എത്ര വലിയൊരു നെവർ ആണ്, ഒരു ബിഗ് നെവർ. രണ്ട് നെവർ കൂടുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് എ ബിഗ് നെവർ. അപ്പൊ ആ ഒരു ബിഗ് നെവറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഡിനോട്ട്സ് ദി ഹൗസ്, ഒരു ഹോമിനെയാണ് നെസ്റ്റ്, ഒരു വീട്, ഒരു കിളിക്കൂട് എന്നുള്ളതിന് പകരം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിനോട്ട്സ് എ ഹോം, ഒരു വീടിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും നെവർ നെസ്റ്റ്, നെവർ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സ്വന്തമാവാത്ത വീട്, ഒരിക്കലും തങ്ങളുടെ സ്വന്തമാവാത്ത വീട്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ ടൈറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ആർ ഹാവിംഗ് മെയിൻലി 3 ക്യാരക്ടേഴ്സ്. മെയിൻ ആയിട്ട് നമുക്ക് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ജാക്ക്, ദെൻ ഹിസ് വൈഫ് ജിൽ ആൻഡ് ഓൺജെയിൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, യു ഷുഡ് ബി തറവ് അബൌട്ട് ദി തീം ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഓർ EMI സിസ്റ്റം. EMI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി കാണുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഇൻസ്റ്റൻസസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക, എക്സാമിന് എഴുതാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽ, രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൺജെയിൻ, ഷീ ഈസ് എ വെരി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ടുവേർഡ്സ്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ടുവേർഡ്സ് ദി ക്യാരക്ടർ ഓഫ് ജാക്ക് ആൻഡ് ജിൽ. രണ്ടുപേരുടെ ക്യാരക്ടറിന് വളരെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടറാണ് ഓൺജെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, യാ, ഇൻസ്റ്റാൾമെന്റ്, ഫൈൻ. നമുക്കപ്പോൾ നോക്കി നോക്കാം എന്താണ് വാട്ട് ഓൾ തിങ്സ് ആർ ഹിയർ. അപ്പോൾ ദ ഫസ്റ്റ് സീനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, വാട്ട് ഓൾ തിങ്സ് ആർ എക്സ്പ്ലെയിൻ, ഏത് സെറ്റിങ്ങിലാണ് ഫസ്റ്റ് സീൻ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ് സീൻ നടക്കുന്നത് ജാക്കിന്റെ വില്ല, അതായത് ന്യൂ ഹാംസ്റ്റഡിലാണ് ജാക്കിന്റെ വില്ല ഉള്ളത്. അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ ഫസ്റ്റ് സീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ ലൈക്ക് വൈസ് ഇൻ ദിസ് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ വി ക്യാൻ സീ എ ടേബിൾ ആൻഡ് 2 ചെയർസ്. അവിടെ ജാക്ക് ആൻഡ് ജിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത്. സോ ലൈക്ക് വൈസ് ഇൻ ദിസ് സീനിൽ നമുക്ക് എന്തൊക്കെ കാണാം, ഒരു ടേബിളും അതിന്റെ തൊട്ടടുത്ത് കുറച്ച് റൈറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് 2 ചെയർസും ഉണ്ട്. കേർട്ടൻ ഉയരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ജാക്ക് ആൻഡ് ജില്ല് പുറകിൽ വരുന്നു, ഓൺജെയിൻ അവരുടെ കൂടത്തിൽ മുന്നോട്ട് വരികയാണ്. ആൻഡ് ആ ഒരു സീനിൽ നമ്മൾ എന്ത് കാണുക, അപ്പൊ നമ്മൾ ഇവർ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഓൺജെയിൻ ഇസ് വെരി മെസ്മറൈസ്ഡ്, ഷീ ഈസ് വെരി കീൻ ഇൻ ഡിസ്ക്രൈബിങ് ഓൾ ദി തിങ്സ് ദാറ്റ് ഷീ സീ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഹൗസ്. അപ്പോൾ ആ വീട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളെ പറ്റി ഷീ ഈസ് വെരി ഹാപ്പി, കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ആ വീടൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഷീ ഈസ് വെരി എക്സൈറ്റഡ്, സർപ്രൈസ്ഡ് ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ടൊരു വീട് ഒരുക്കിയിരിക്കുന്നത്, വളരെ ചാമിങ് ആണല്ലോ, എവറിത്തിങ് ഈസ് വെരി ചാമിങ്. ആൻഡ് നൗ ഫൈനലി ഷീ ഗെറ്റ്സ് ടു നോ അബൌട്ട് ദി റിയൽ തിങ്സ്. കുറച്ചിട്ട് കഴിയുമ്പോഴേക്കും അവരത് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഹൗസ് ഇസ് ഹാവിംഗ് ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് ഫേർണിച്ചേഴ്സ് ഉണ്ട്, റേഡിയോഗ്രാം ഉണ്ട്, ഇനി വാട്ട് ഓൾ തിങ്സ് ദേ ഹാവ്, ഒരു കാർ ഉണ്ട്, പിയാനോ, എവറിത്തിങ് വാസ് ദർ. ആൻഡ് ഓൺജെയിൻ പറയാണ്, ഐ എം റിയലി ഹാപ്പി ഫോർ യു ബട്ട് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് കൺഫ്യൂസ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെഡിങ്ങിന് തന്നത് ആ ഒരു ചെക്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന തുകയൊന്നും മാറിപ്പോയിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് ഗിവൺ യു ദിസ് എമൗണ്ട്, പക്ഷെ ഞാൻ തന്നത് മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. ആൻഡ് ജാക്ക് ആൻഡ് ജിൽ ഇസ് മേക്കിംഗ് ദിസ് ഡൗട്ട്, എന്താണ് ആൻറ്റി അങ്ങനെ പറയാൻ കാര്യം? ആൻഡ് ഓൺജെയിൻ ഈസ് സേയിങ് ലൈക്ക്, അല്ല നിങ്ങൾ ഇത്രയും ആഡംബരത്തിൽ യു ആർ ലീഡിങ് എ വെരി ലക്ഷൂറിയസ് ലൈഫ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തന്ന എമൗണ്ട് ഓഫ് മണി വല്ലതും മാറിപ്പോയി, നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടാണ് നൗ യു ആർ ഏബിൾ ടു ഗെറ്റ് ഓൾ ദീസ് തിങ്സ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ ഫൈൻ. പക്ഷെ അപ്പോൾ ജാക്ക് പറയാണ്, നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് വൈസ്. ആൻഡ് ഫോളോയിങ് നമ്മൾ ആ സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്, എവറിത്തിങ് ദാറ്റ് വി സീ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു വൺ ആക്ട് പ്ലേയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നോ എവറിത്തിങ് വാസ് ബോട്ട് ഓൺ ദ ഇൻസ്റ്റാൾമെന്റ് ബേസിസ്. അത് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, ഇവരുടെ വീട് മുതൽ, അല്ലെങ്കിൽ ഇവരുടെ കാറ്, ഇവരുടെ സോഫ, എവറിത്തിങ്, പിയാനോ, റേഡിയോഗ്രാം, എവറിത്തിങ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അതിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ ഓൺജെയിൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ ഇൻകം, നിങ്ങൾക്ക് എത്ര രൂപയാണ് ജോലി ചെയ്ത് കിട്ടുന്നത്. അപ്പം നമ്മുടെ ജാക്ക് പറയുന്നത്, യു മിസ്അണ്ടർസ്റ്റുഡ് മീ, എവിടെയാ പറയുന്നത്, ബട്ട് യു ഡോണ്ട് പേ റെന്റ്. ഓക്കെ, അപ്പോൾ അതാ പറയാണ്, ആദ്യം നമ്മൾ ചോദിക്കുന്നത് അവരുടെ വീടിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം ജാക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹൗ മച്ച് ഡു യു പേ ആസ് റെന്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഹൗസ്? ആൻഡ് ജാക്ക് പറയാണ്, നോ വി ഡോണ്ട് പേ എനി റെന്റ്. അപ്പം ആൻഡ് ചോദിക്കുന്നു, വൈ യു ആർ നോട്ട് പേയിങ് റെന്റ്? അപ്പം ഹീ ഈസ് ജസ്റ്റ് സേയിങ് ദിസ് ഹൗസ് ഇസ് ours.
അപ്പം നമ്മൾ ഈ ഹൗസ് ഞങ്ങളുടെ സ്വന്തമാണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾ റെന്റ് പേ ചെയ്യുന്നത്? വൈ ബി മിസ്റ്റർ ടെനന്റ് വെൻ വി ക്യാൻ ബിക്കം മിസ്റ്റർ ഓണർ? അങ്ങനെ ഒരു സെന്റൻസ് ആണ് നമ്മുടെ ജാക്ക് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അവിടെ ആ ഹൗസും അവരുടെ സ്വന്തമാണെന്ന് പറയാൻ കാരണം ദേ ബോട്ട് ഇറ്റ് ത്രൂ ദി ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് അവർ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ ഇപ്പോഴും പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ തീരെയാണ്. ആൻഡ് ഓൺ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻകം എത്രയാണ്. അപ്പം അവരത് പറയുമ്പം ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഇൻകത്തേക്കാളും വലുതാണ് ഇവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇവർ വരുന്ന പൈസയേക്കാൾ കൂടുതലാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള അല്ലെങ്കിൽ അടയ്ക്കാനുള്ള പൈസ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇസ് ലൈക്ക് ദിസ്. വൈ ബി മിസ്റ്റർ ടെനന്റ് വെൻ യു ക്യാൻ ബിക്കം മിസ്റ്റർ ഓണർ? ഓണർ ആവാൻ പറ്റുമ്പോൾ എന്തിനാണ് നിങ്ങൾ കടക്കാരനായിട്ടിരിക്കുന്നത്? ശരിയാണ് അല്ലേ? ആ നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും വാട്ട് ഡിഡ് വി സീ? ഓൺ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുകയാണ്. ആൻഡ് ഷീ ഈസ് ആസ്കിങ് അബൌട്ട് ദി കാർ. കാറും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈസ് ഇറ്റ് ഓൾസോ ബേസ്ഡ് ഓൺ ദിസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം? കാറും അങ്ങനെ തന്നെയാണ്. ആൻഡ് വാട്ട് അബൌട്ട്, ഇപ്പോൾ കാറിൻ്റെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഈ ജസ്റ്റ് സെയിങ് ലൈക്ക് then what is all yours from that car? ആ കാറിൽ നിങ്ങളുടെ എത്ര ഭാഗമാണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? about 2 of the cylinders, but didn't you see? That's a wonderful thing about it. സോ ജാക്കനും ജില്ലിനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവർ ഇൻസ്റ്റാൾമെന്റ് എടുക്കുന്നതിന് ഇപ്പോഴും വളരെ നല്ല രീതിക്ക് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൺജൻ വീണ്ടും കാര്യങ്ങൾ ചോദിക്കുകയാണ്. പിയാനോയുടെ കാര്യം ചോദിക്കുന്നുണ്ട്, ഫർണിച്ചറിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. എല്ലാം ഫൈനലി ഷീ ഗെറ്റ്സ് ടു നോ ദാറ്റ് എവറിത്തിങ് ബിലോങ്സ് ടു എവറിത്തിങ് വാസ് പാർട്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ആൻഡ് നൗ ഇപ്പം നമ്മുടെ ഓൺലൈൻ ഇരുന്നുകൊണ്ടിരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒരു ഫേർണിച്ചറും ഇറ്റ് വാസ് ഓൾസോ ഓൺഡ് ബൈ ആൻ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ആ ഒരു കിട്ടിയിട്ടുള്ളതും ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആൻഡ് ഷീ ജസ്റ്റ് സ്റ്റാൻഡ്സ് അപ്പ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഫേർണിച്ചർ. അപ്പോൾ അവർ പറയണം ഐ ഡോണ്ട് വോണ്ട് ടു സെറ്റ് ഓൺ ദിസ് ഫേർണിച്ചർ. ഇതിന്റെ പുറത്ത് എനിക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ബിലോങ്സ് ടു യു. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഐ ഡോണ്ട് വാണ്ട് എനി വെരി ബിഗ് ലക്ഷറിയസ് ഹൗസസ്. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഐ വിൽ ബി ജസ്റ്റ് സാറ്റിസ്ഫൈഡ്. ഐ വിൽ ബിക്കം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഓൾ തിങ്സ് ഐ ഹാവ്. അങ്ങനെ പറഞ്ഞിട്ട് ഓൺ ജെയിൻ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് പോകുന്നതിന് മുന്നേ ഷീ ഈസ് ജസ്റ്റ് ഹാൻഡ് ഓവറിങ്. അപ്പോൾ ചോദിക്കുകയാണ് ഹൗ ആർ യു പ്ലാനിങ് ടു പേ ഓൾ ദീസ് ഡെപ്റ്റ്സ് ബാക്ക്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്? ആൻഡ് നൗ ജാക്ക് ഇസ് സേയിങ് ലൈക്ക് ഐ ഹാവ് ടേക്കൺ എ ലോൺ ഫ്രം ട്രസ്റ്റ് ആൻഡ് പ്രോവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ. പ്രോവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്ന് ഞാൻ എനിക്ക് ഒരു എന്താണ് ത്രിഫ്റ്റ് ആൻഡ് പ്രോവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ അവിടെ നിന്ന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്. സോ ഐ ബി ഡൂയിങ് ലൈക്ക്. ഇനി ആൻറ്റി ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ലോൺ അടയ്ക്കാൻ പോകുന്നത്? അപ്പോൾ അതും അവർ പറയുന്നത് വിൽ ബി പേയിങ് ദാറ്റ് ബൈ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ആൻറ്റിക്ക് കേട്ട് തൃപ്തിയായി. ഷീ ജസ്റ്റ് വോണ്ടഡ് ടു ലീവ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ ആൻറ്റി പോവാണ്, ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുന്നേ ഷീ ജസ്റ്റ് ഹാൻഡ് ഓവേഴ്സ് എ ചെക്ക് ടു ദി കപ്പിൾ. രണ്ടുപേർക്കും കൂടി ഒരു ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഷീ ജസ്റ്റ് സേയിങ് ലൈക്ക് എന്താ പറയുന്നത്? നോ ഐ എം നോട്ട്, ഞാൻ നിങ്ങളെ ദേഷ്യപ്പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ക്യാൻ ലിവ് എ വെരി കംഫർട്ടബിൾ ലൈഫ് വിത്ത് വാട്ട് ഓൾ തിങ്സ് യു ഹാവ്. നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലൊന്നും എടുത്ത് ഒരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ളത് കൊണ്ട് യു ക്യാൻ ജസ്റ്റ് ലീവ് വെരി ഹാപ്പിലി. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോവുകയാണ്. അപ്പം ആ ഒരു എന്താണ് ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ജാക്കും ജില്ലും അവർ ദേ ആർ വെരി എക്സൈറ്റഡ്. സോ ദാറ്റ് ആ ഒരു ചെക്ക് ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ പേ ഓഫ് വൺ ഓഫ് ദർ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഇൻസ്റ്റാൾമെന്റ്സ് പേ ഓഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആൻറ്റിനെ കൊണ്ടിട്ട് വരുമ്പോഴേക്കും ജാക്ക് വീണ്ടും തിരിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ആ ഒരു കിട്ടിയ ക്യാഷ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ജിൽ ഇസ് സേയിങ് ലൈക്ക് നൗ ഇത്രയാണ് അതിന് കിട്ടിയേക്കുന്ന എമൗണ്ട്, ബട്ട് we can't just വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി സെൻഡ് ദിസ് മണി ടു ഡോക്ടർ മാർട്ടിൻ. ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട് ആ പൈസ. ആൻഡ് നൗ ജാക്ക് ഇസ് വെരി സർപ്രൈസ്. എന്തിനാണ് ഇപ്പോൾ ഡോക്ടർ മാർട്ടിന് പൈസയൊക്കെ അയക്കുന്നത്? വാട്ട് ഇസ് എ നീഡ് ഫോർ ദാറ്റ്? അപ്പോഴാണ് നമ്മുടെ വി കെയിം ടു നോ ദാറ്റ് ദർ ബേബി വാസ് ഓൾസോ based on അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദാറ്റ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഇവരുടെ സർജറി അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു സർജറി ചെയ്യുന്ന ടൈമിൽ പോലും ഉണ്ടായിരുന്ന ആ ഒരു ചെലവ് വരെയും ഇവർ നടത്തിയിട്ടുള്ളത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദിസ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അപ്പം ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ഘടകവും കൂടെ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ ബേബീനെ കൂടെ സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ. സോ ഷീ ജസ്റ്റ് പെയ്ഡ് ഓഫ് ദാറ്റ് particular installment. Okay, so that is all about installment system. അപ്പോൾ ഇതിൽ നിന്ന് we came to know about the particular features of installment system. EMI സിസ്റ്റത്തിന്റെ advantages as well as disadvantages ആണ് നമ്മൾ ഈ ഒരു particular ചാപ്റ്ററിൽ നമ്മൾ കാണാം. Okay, അപ്പോൾ so be sure about the characters of ജാക്ക് ആൻഡ് ജിൽ ആൻഡ് ഓൺ ജെയിൻ. രണ്ടുപേരും വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. വൺ couple they are for the luxurious life, they are always following the luxurious life. On the other hand, on Jane is always focusing on their life that is very cozy with whatever they have in their life. Okay,
So that is all about this particular one act play, this chapter. Now we'll be going on for the next chapter, and it is Ray of Hope. ഇവിടെ നമ്മൾ we'll deal with the story of Vanka. Vanka എന്ന് പറയുന്നത് is a very small boy. Okay, അപ്പം വാങ്ക സുക്കോവ് എന്നാണ് നമ്മുടെ വാങ്കയുടെ കംപ്ലീറ്റ് നെയിം, ആൻഡ് ഹി ഈസ് നൗ എംപ്ലോയിഡ് അണ്ടർ അലിയാഖിൻ. അലിയാഖിൻ്റെ അണ്ടറിൽ ഒരു ഷൂ മേക്കർ ആയിട്ടുള്ള അലിയാഖിൻ്റെ അണ്ടറിലാണ് അവൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ക്രിസ്മസ് ഈവിൽ ഹി ഈസ് നൗ റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പം ഇവൻ ഈ ലെറ്റർ എഴുതുന്നതിൻ്റെ സമയത്ത് ഇവൻ പുറത്തേക്കൊക്കെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന്, ബിക്കോസ് ഹി ഈസ് വെരി അഫ്രൈഡ് ദാറ്റ് സമൺ വുഡ് കം ഇൻ സൈഡ് ആൻഡ് സീ ഹിം റൈറ്റിംഗ് ദ ലെറ്റർ. അപ്പം എന്തുകൊണ്ടാണ് അവൻ ഇത്രയും പേടിക്കുന്നത്? ബിക്കോസ് ദിസ് അലിയാഖിൻ ദ ഷൂ മേക്കർ ഇസ് മേക്കിംഗ് ട്രബിൾ ഫോർ ഹിം. അവനെ എപ്പോഴും അടിക്കും ഉപദ്രവിക്കും ഒക്കെ ചെയ്യാണ്. സോ ദിസ് ചാപ്റ്റർ ഹാസ് ലോട്ട് ഓഫ് പോസിബിൾ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരുപാട് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു വാങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഐ വിൽ ബി ഗിവിംഗ് യു ദാറ്റ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് he was just writing, and even എഴുതുന്ന ലെറ്റർ it is to his grandfather Constantin Makaraj. ഗ്രാൻഡ് ഡാഡിന്റെ പേരെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിൻ മെക്കാരജ് എന്നാണ്. ആൻഡ് he is just beginning the letter like ക്രിസ്മസ് വിഷസ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് എനിക്ക് അച്ഛനും എൻ്റെ മമ്മിയൊന്നും ഇപ്പോൾ ഇല്ല, സോ ഐ ജസ്റ്റ് വാണ്ടഡ് യു ടു കം ടു മീ ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ഗോഡ് ടു സെൻഡ് യു ഓൾ ദി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഹി ഇസ് ജസ്റ്റ് ബിഗിനിങ് ദാറ്റ് ലെറ്റർ. ഓക്കെ, ആൻഡ് വാങ്ക നോക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി അവൻ്റെ ആ ഒരു ഗ്രാൻഡ് ഡാഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹി ഈസ് വർക്കിംഗ് ആസ് എ നൈറ്റ് വാച്ച്മാൻ ഇൻ ദി എസ്റ്റേറ്റ് ഓഫ് സിവറബ്. സിവറബിൻ്റെ എസ്റ്റേറ്റിൽ ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നൗ ഹീസ് എ വെരി പ്ലസന്റ് മാൻ. ഭയങ്കര ജോയ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഏതാണ്ട് 60-65 വയസ്സ് വരെ പ്രായമുള്ള ഒരു ഗ്രാൻഡ് ഡാഡാണ് നമ്മുടെ കോൺസ്റ്റാന്റിൻ മെക്കാരജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ ഒന്നുകിൽ ഹീൽ ബി എന്താണ് വാച്ച്മാൻ ആണ്, അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം എന്ത് ചെയ്യും, കിച്ചണിലൊക്കെ ഡേ ടൈമിലൊക്കെ കിടന്നുറങ്ങും. അതല്ലെങ്കിൽ ഹീൽ ബി ജസ്റ്റ് മേക്കിംഗ് ജോക്സ് വിത്ത് കുക്സോ അല്ലെങ്കിൽ മെയ്ഡ്സിൻ്റെ അടുത്തൊക്കെ തമാശയൊക്കെ പറഞ്ഞായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് നൈറ്റിൽ എന്ത് ചെയ്യും, അദ്ദേഹം ഒരു ഷീപ്പ് സ്കിൻ, ഒരു ചെറിയ കോട്ടൊക്കെ ഇട്ടിട്ട് തൻ്റെ 2 ഡോഗ്സിൻ്റെ ഒക്കെ കൊടുത്ത് ഹീൽ ബി ജസ്റ്റ് വാണ്ടറിങ് അറൌണ്ട് ദി എസ്റ്റേറ്റ് ആസ് എ നൈറ്റ് വാച്ച്മാൻ. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന 2 പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് ജസ്റ്റ് അക്കംപനീഡ് ബൈ 2 dogs. ഫസ്റ്റ് വൺ ഇസ് ഈൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കഷ്ടാങ്ക. ഇനി ഈലിൻ്റെയും കഷ്ടാങ്കയുടെയും 2-3 ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. This is about he had some appealing glands. ആരുടെ കാര്യമാണ് പറയുന്നത്? 2 dogs, eel and കഷ്ടാങ്ക. അപ്പം ഈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ he is actually like a weasel like bodied one, and he had the same appealing glands of the friends and strangers. അപ്പം ഈല് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല രീതിക്ക് നമുക്ക്, പക്ഷേ ഉള്ളിൽ he was having a very dangerous attitude. ഭയങ്കര കാണുമ്പോൾ നമുക്ക് നല്ല ലവബിൾ ആയിട്ട് തോന്നും, പക്ഷേ he is very dangerous. അങ്ങനെയുള്ളൊരു ഡോഗായിരുന്നു ഈല്. he is very cunning, ഭയങ്കര ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഹോസ്റ്റലിറ്റി ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോഗായിരുന്നു അവൻ. ആൻഡ് അവൻ എപ്പോഴും ഭയങ്കര കുരുത്തക്കേടുകളും കാണിച്ചു നടക്കുന്ന ഒരു ഡോഗാണ്. ഹീൽ ബി ഒന്നുകിൽ എന്ത് ചെയ്യും, അടുത്തുള്ള വീട്ടിലെ ആൾക്കാരുടെ കിറ്റൻസിനെയും അല്ലെങ്കിൽ ചിക്കൻസിനെയൊക്കെ പിടിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതല്ലെങ്കിൽ ഈ ഐസ് ഹൗസസിന്റെ മേലേക്ക് വലിഞ്ഞു കയറിയ ഇജാതി പരിപാടികളൊക്കെ ആയിരുന്നു നമ്മുടെ ഈലിന്റെ മെയിൻ ഹോബീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് ഇവന്റെ ഈ വികൃതി തരം കാരണം തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ ഒന്നുകിലും അവനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ട് അവന്റെ കൈയും കാലും ഒക്കെ ഒടിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നൗ ഓൾസോ ഹീസ് ജസ്റ്റ് ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ബിഹേവിയർ. ഇപ്പോഴും അവന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഗ്രാൻഡ് ഡാഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ജസ്റ്റ് എ നൈറ്റ് വാച്ച്മാൻ. സോ അദ്ദേഹം എവിടെയായിരിക്കും ഉണ്ടാവുക, ആ ഒരു ഗേറ്റിലായിരിക്കും എപ്പോഴും തന്നെ ഉണ്ടാവുക. ആൻഡ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി, ഹീ വിൽ ബി ഡ്രിങ്കിങ്. ചെറിയ വെള്ളടിയൊക്കെ ഉള്ള ഒരാളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഹി വാസ് ഹാവിങ് എ ഹാബിറ്റ് ഓഫ് എന്താണ്, ഹീൽ ബി ടേക്കിംഗ് എ പിഞ്ച് ഓഫ് എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹം ചെറുതായിട്ട് ഈ മൂക്കിപ്പൊടി എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആൻഡ് ഹീൽ ബി ജസ്റ്റ് ആസ്കിങ്, നമ്മുടെ വിമൻസിൻ്റെ അടുത്ത് പോലും അദ്ദേഹം അവരെ പോലും അദ്ദേഹം വെറുതെ വിടത്തില്ലായിരുന്നു. ഷീൽ ബി ജസ്റ്റ് ആസ്കിങ് ഹാവ് എ നിപ്പ്. അവരുടെ അടുത്ത് പോയിട്ട് വരെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചൊന്ന് എടുത്തോളൂ. ഈ ഒരു സ്നഫ് ബോക്സ് കൊണ്ട് കാണിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറയും നിങ്ങളും കുറച്ച് എടുത്തോളൂ, ഇറ്റ് ഈസ് റിയലി ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അടുത്തും കൊണ്ടുപോകും. മാത്രമല്ല നമ്മുടെ ഡോഗ്സിനും അവർ ഇത് കൊടുക്കുമായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഈ പറഞ്ഞ സ്നഫ് ബോക്സ് കൊടുക്കുമായിരുന്നു. അപ്പം ഒരു ഡോഗ് നമ്മുടെ കഷ്ടാങ്ക അത് വേഗം
കിട്ടുമ്പോഴേ വലിച്ചിട്ട് അവൻ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടു സ്നീസ്. അപ്പോൾ അവൻ തന്നെ ദേഷ്യപ്പെട്ട് അങ്ങ് മാറി നിൽക്കും. പക്ഷേ ഈ എന്ന് പറയുന്നത് ഹി വാസ് വെരി ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് ഇതൊന്നും എങ്ങനെ ഏക്കുമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആൻഡ് നൗ ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ വാങ്ക എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കത്തെഴുത്ത് ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഇവനെ ആലോചിച്ച് പോയ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അപ്പം വാങ്കയുടെ ഇവിടുത്തെ സിറ്റുവേഷനെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വാങ്ക ഹാസ് ഗോട്ട് ഹൈഡിങ് എന്ന് വെച്ചാൽ നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. ആരുടെ അടുത്ത് നിന്നാണ്? ഒബ്വിയസ്ലി ഫ്രം അലിയാക്കിൻ, അല്ലെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് അവൻ നല്ല ചീത്തയും തല്ലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവനെ തല്ലിയത് ദ ബീറ്റ് മീ വിത്ത് സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ഈ കുതിരക്കൊക്കെ കെട്ടുന്ന ആ സ്റ്റിറപ്പ് സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഇവനെ അവർ തല്ലിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് എന്തിനാണ് ഇവർ തല്ലിയത്? ഇവരുടെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ക്രാഡിൽ അത് ഇടയ്ക്കൊന്ന് ആട്ടുന്നത് നിർത്തിപ്പോയതിന് വേണ്ടിയിട്ടാണ് ദേ ജസ്റ്റ് ഡിഡ് ഓൾ ദീസ് തിങ്സ് ടു വാങ്ക. ആൻഡ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മിസ്ട്രസ് ആണെങ്കിലോ, നമ്മുടെ അലിയാക്കിന്റെ ഭാര്യയാണെങ്കിലോ, ഇവൻ മീൻ നന്നാക്കിയത് അത്ര നന്നായില്ല, അല്ലെങ്കിൽ വാൽ ഭാഗം അവിടെ ഒന്നും നന്നായില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഹെറിങ്ങിന് ആ മീനിനെ ഇവന്റെ മുഖത്ത് വെച്ച് വരയ്ക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇവന്റെ സീനിയർ അപ്രന്റീസസ്, ഇവനേക്കാളും കുറച്ചുകൂടെ മൂത്ത ആൾക്കാരൊക്കെ എപ്പോഴും ഇവനെ കൊണ്ട് ഒരുപാട് പണികളൊക്കെ ചെയ്തത്. അത് മാസ്റ്ററിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുക്കുംബേഴ്സും അതുപോലെ തന്നെ അവരുടെ വൈനൊക്കെ അല്ലെങ്കിൽ വോഡ്കയൊക്കെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ പറഞ്ഞു വിടും. ആൻഡ് ഫൈനലി ഇത് മാസ്റ്റർ കണ്ടുപിടിക്കും. അതിന്റെ ചീത്തയും അടിയും എല്ലാം ഇവിടെ വാങ്കയ്ക്കായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വാങ്ക ഈസ് സഫറിങ് ഫ്രം ദാറ്റ് ഹൗസ്. അപ്പം വാങ്കയ്ക്ക് മാത്രമല്ല, അവന് പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടിയിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ആർത്തുലസിച്ച് വളരെ നല്ല രീതിക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ വാങ്കയ്ക്ക് മാത്രം ഹി വാസ് നോട്ട് ഗെറ്റിംഗ് എനി ഓഫ് ദീസ് ഗുഡ് ഫുഡ്സ്. രാവിലെയും ഈ പറഞ്ഞ കുറച്ച് കഞ്ഞിയോ വെള്ളമൊക്കെ ഒരു ഗ്രുവലൊക്കെ ആയിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല സൂപ്പുകളും പരിപാടികളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നൗ ഹി ഈസ് വെരി പത്തറ്റിക്, ഹി ഈസ് ഇൻ എ വെരി പത്തറ്റിക് കണ്ടീഷൻ. ആൻഡ് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പറയാം, പ്ലീസ് ജസ്റ്റ് ടേക്ക് മീ അവേ ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്ലേസ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആലോചിക്കുകയാണ്, പണ്ട് ഗ്രാൻഡ്പയുടെ കൂടെ ആയിരുന്ന സമയങ്ങളിലൊക്കെ ക്രിസ്മസ് ഈവിലൊക്കെ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ക്രിസ്മസ് ട്രീസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്തെ എന്നെയും ഗ്രാൻഡ്പ കൂട്ടുമായിരുന്നു. ആൻഡ് നൗ ഇപ്പോൾ എനിക്കിത് തീരെ പറ്റുന്നില്ല, എനിക്കിപ്പോൾ അമ്മയില്ല. ഗ്രാൻഡ്പ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഡെഫിനറ്റ്ലി ഐ ലുക്ക് ആഫ്റ്റർ യു. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായമാവുന്ന ടൈമിലേക്ക് നിങ്ങളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ഈവൻ ഇഫ് നിങ്ങൾ അതിനിടയ്ക്ക് മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദിവസവും ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോളാം. പ്ലീസ് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ആൻഡ് നൗ മോസ്കോയിൽ എന്ന് പറഞ്ഞ ആ ഒരു ടൗണിനെ പറ്റിയിട്ട് കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഗ്രാൻഡ് ഫാദറിന്റെ കൂട്ടത്തിലുള്ള ഒരു മെമ്മറിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അതുകൂടെ തന്നെ ഹി ജസ്റ്റ് റിമെമ്പേഴ്സ് മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന. അപ്പോൾ അവള് ആയിരുന്നു വാങ്കയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരാള്. ബിക്കോസ് അങ്ങനെ ഫേവറേറ്റ് ആവാൻ കാര്യം എന്താണ്? ഈ പറഞ്ഞ ഓൾഗയാണ് ഇവനെ എഴുതാനും വായിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന്റെ അമ്മ പെലഗയ എന്ന് പറഞ്ഞ അവര് ഷി വാസ് അലൈവ്. ആ ഒരു ടൈമിൽ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇവനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവനെ ഹെൽപ്പ് ചെയ്യും, ഇവന് സ്വീറ്റ്സും പറഞ്ഞ പരിപാടികളൊക്കെ കൊടുത്തിരുന്നത് നമ്മുടെ ഓൾഗയാണ്. സോ ദാറ്റ് ഈസ് വൈ ഹി ലൈക്ഡ് ഓൾഗ. പക്ഷെ അമ്മയുടെ മരണത്തോടെ ഇവർക്ക് തമ്മിലുള്ള ആ ഒരു ബോണ്ടും പരിപാടികളും എല്ലാം നശിച്ചുപോയി. ഇവനും ഈ ഗ്രാൻഡ് ആഡം ഈ പറഞ്ഞ പോലെ തന്നെ കിച്ചണിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്തത്. ആൻഡ് ഫൈനലി ഹി വാസ് സെൻഡ് ടു മോസ്കോ ടു അലിയാക്കിൻ. And this boy is making more pleadings about grandpa, please come to me. അപ്പോൾ അവൻ ആ കത്തൊക്കെ എഴുതി ഫിനിഷ് ചെയ്തിട്ട് ഹി ജസ്റ്റ് റൺ ഔട്ട്സൈഡ്, വേഗം ഓടിപ്പോയിട്ട് ഹി ജസ്റ്റ് പോസ്റ്റിംഗ് ദി കാർഡ്, അല്ലെങ്കിൽ ലെറ്റർ പോസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ അവൻ നടക്കുന്നത് ഹി ഈസ് ജസ്റ്റ് റൈറ്റിംഗ് ദി അഡ്രസ്. ആ ഒരു ലെറ്ററിൽ അഡ്രസ് ആയിട്ട് എഴുതുന്നത് ടു ദ ഗ്രാൻഡ് പാ എന്നാണ് ആദ്യമേ എഴുതുന്നത്, ഗ്രാൻഡ് ഡാഡ് എന്നാണ് എഴുതുന്നത് ആദ്യമേ. ടു കോൺസ്റ്റാന്റിൻ മെക്കാരേജ് എന്ന് പറഞ്ഞ് പിന്നീട് അവൻ തിരുത്തി എഴുതുന്നു. അത്ര മാത്രമേ അവൻ അഡ്രസ്സ് എഴുതുന്നുള്ളൂ. നോട്ട് ദി പ്ലേസ് അല്ലെങ്കിൽ എവിടേക്കാണ് അയക്കേണ്ടതെന്നൊന്നും ആ കുട്ടി എഴുതുന്നില്ല. ബിക്കോസ് ഹി ഡു നോട്ട് നോ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവൻ ആ ഒരു ലെറ്റർ അയക്കുകയാണ്. അപ്പം ഹീ ഈസ് ജസ്റ്റ് ഹോപ്പിംഗ് ലൈക്ക് എന്താണ് ഗ്രാൻഡ് ഫാദർ വരും, എന്നെ കൊണ്ടുപോകും എന്നുള്ള രീതിക്കാണ് അവൻ ഇപ്പോഴും ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആ ഒരു തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു ഉറക്കത്തിൽ ഹീ ജസ്റ്റ് ഡ്രീമിങ് ഓൾ ദീസ് തിങ്സ്. അവൻ്റെ ഗ്രാൻഡ് ഫാദറും 2 ഡോഗ്സും അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആ ഒരു കിച്ചൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ അവൻ ഡ്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ വി നോ ദാറ്റ് എന്താണ് ഈ പറഞ്ഞ രീതിക്ക് കാര്യങ്ങളൊന്നും, ഈ ലെറ്റർ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തത് ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്ന് ഇവനെ കൊണ്ടുപോകും എന്നുള്ളതൊന്നും ഇറ്റ് ഈസ് നോട്ട് ഗോൺ ഹാപ്പൻ. ബിക്കോസ് അത് എത്തേണ്ട രീതിക്ക് എത്തില്ല. കാരണം ആ ഒരു ലെറ്ററിൽ പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വാട്ട് ക്യാൻ ബി ദ പോസിബിൾ, ഇനി സംഹൗ ഈ ഒരു ലെറ്റർ വാങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തിയെന്നിരിക്കട്ടെ. അപ്പം എന്തായിരിക്കും വാട്ട് ക്യാൻ ബി ദാറ്റ് റിപ്ലൈ ലെറ്റർ?
ആ ഒരു റിപ്ലൈ ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് എ ഫോർമൽ വൺ, ഇൻഫോർമൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ അയക്കുന്നത് പോലെ തന്നെ അയച്ചു പോയാൽ മതി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അലിയാക്കിൻ ഇസ് ഡൂയിങ് എ ചൈൽഡ് ലേബർ, അല്ലെ, ഒരു കുട്ടീനെ കൊണ്ടാണ് പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സം ഹൗ യു ആർ വിറ്റ്നസിങ് ദിസ് തിങ് ആൻഡ് യു ആർ ജസ്റ്റ് മേക്കിംഗ് എ കംപ്ലയിൻറ്റ് ടു ദി അതോറിറ്റി. അപ്പം അലിയാക്കിൻ എന്ന് പറയുന്ന ആൾ ഈ കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട്, ബ്രൂട്ടലി ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ലെറ്റർ നിങ്ങൾ ഒരു അതോറിറ്റിക്ക് എഴുതുകയാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫോർമൽ ലെറ്റർ. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് നമ്മൾ പറയും ഒരു ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ഓൾ ഓഫ് യു നോ ദി ഫോമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ, നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫോർമൽ ലെറ്റർ ആണെങ്കിൽ വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ്. എന്താണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്? ഫ്രം അഡ്രസ് ആണ്. അപ്പോൾ അവിടെ പേര് കൊടുക്കുക, യുവർ നെയിം ആൻഡ് അഡ്രസ്. ഇനി നമുക്ക് വി ക്യാൻ ജസ്റ്റ് ഗിവ് ഡേറ്റ് ഇടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 13th July 2023 ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗിവ് ദ ഡേറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഹിയർ ടു അഡ്രസ് ടു ഹും, ടു അതോറിറ്റി, ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ഗിവ് ദി ടൈറ്റിൽ, അവരുടെ ഒരു അഡ്രസ്സ് കൊടുക്കുക. ദെൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഗിവ് ദി സബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റ് എന്തിനെ പറ്റിയിട്ടാണ്? ഡിസ്ക്രൈബിങ് അബൌട്ട് ദി എന്താണ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് വാസ് ഫേസ്ഡ് ബൈ എ സ്മോൾ ചൈൽഡ് വാങ്ക, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുക. ദെൻ യു ഹാവ് ടു ആഡ് ദിസ് സല്യൂട്ടേഷൻ, സർ ഓർ മാഡം എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യാം. then you can start the content. ലാസ്റ്റ് ഫൈനലി ഇങ്ങോട്ട് വരുമ്പോഴേക്കും you will be writing like yours faithfully എന്ന് പറഞ്ഞിട്ട് you can write the name also. So this is a format of a formal letter. Okay, ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഫോർമൽ ലെറ്റർ പറഞ്ഞു, ഇൻഫോർമൽ ലെറ്റർ പറഞ്ഞു. ഇനി നമുക്ക് വാട്ട് ക്യാൻ ബി എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് we'll be having the title ആണ് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ആദ്യമായിട്ട് വേണ്ടത്. സോ ഗിവ് ദ ടൈറ്റിൽ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പം ബൈ ഇവിടെ നമ്മൾ ഒരു റിപ്പോർട്ടേഴ്സ് നെയിമും കൂടെ കൊടുക്കുക. ഏത് റിപ്പോർട്ടറാണ് ഈ ഒരു ന്യൂസ് എഴുതുന്നത്? റിപ്പോർട്ടേഴ്സ് നെയിം. ദെൻ യു ക്യാൻ ഗിവ് ഡേറ്റ് ഓൾസോ. ഡേറ്റ് അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ഡേ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 20th January ആണെങ്കിൽ 20th January 2023. And now you can just give place start here, then colon ഇട്ടിട്ട് you can start the content. കോണ്ടന്റ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടോപ്പിക് ലൈൻ, അതായത് ഫസ്റ്റ് സെന്റൻസ് ഇറ്റ് ഷുഡ് ബി സംവട്ട് റിലേറ്റഡ് ടു ദ ടൈറ്റിൽ. ടൈറ്റിലുമായിട്ട് എന്തെങ്കിലും ഒക്കെ രീതികൾ എന്തെങ്കിലുമൊക്കെ ബന്ധം അല്ലെങ്കിൽ ബന്ധത്തിൽ വേണം യു ഹാവ് ടു റൈറ്റ് ദിസ് ടൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ. പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ആൻസർ ഓൾ ദീസ് WH ക്വസ്റ്റ്യൻസ്. അതായത് ഈ കോണ്ടന്റിൽ നമ്മൾ വരുമ്പോഴേക്കും വാട്ട്, ആരാണ്, ഹും ആരാൽ അല്ലെങ്കിൽ ആരോട്, ഇനി വെൻ എപ്പോൾ, ദെൻ വേർ എവിടെ വെച്ചാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ വൈ എന്തുകൊണ്ടാണ്. All these questions should be answered within the content of this newspaper. ഈ ന്യൂസ്പേപ്പറിന്റെ കോണ്ടന്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ it should be answered. Okay, so അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലേ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഒരു കാര്യം ക്ലിയർ അല്ലേ? Okay, fine. അപ്പോൾ നമ്മൾ ദാറ്റ്സ് ഇസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഇതൊരു കാര്യം, ഒന്ന് ടൈറ്റിൽ വേണം, റിപ്പോർട്ടേഴ്സ് നെയിം വേണം, ദെൻ ഡേറ്റ് വേണം, ദെൻ പ്ലേസ് ഷുഡ് ഓൾസോ ബി ദർ. ഇനി അവിടെ ആ കണ്ടന്റിന്റെ ഭാഗത്ത് യു ക്യാൻ ഗിവ് ഓൾ ദീസ് തിങ്സ്. WH ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിക്ക് വേണം യു ഹാവ് ടു ഗിവ് ദി ടൈറ്റിൽ ഓൾസോ. content. So that is all about this chapter. Then we'll be moving on to another chapter. അടുത്ത നമുക്കുള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Mother to Son എന്ന് പറയുന്നത് this poem. This is a very touching poem. ഈ ഒരു poem it is by whom? ആരാണ് ഈ ഒരു poem എഴുതിയിട്ടുള്ളത്? ലാങ്സ്റ്റൺ ഹ്യൂഗ്സിന്റെ ഒരു പോയമാണ് ഇത്. ഇറ്റ് ഈസ് പ്യോർലി എ മെറ്റഫോറിക്കൽ വൺ. അതായത് ഒരു ലൈഫിനെ, ഒരു മനുഷ്യന്റെ ലൈഫിനെ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ആസ് എ സ്റ്റെയർ കേസ്, ഒരു സ്റ്റെയർ കേസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു എൻറ്റയർ സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹിയർ എ മദർ ഇസ് ഗിവിംഗ് സം അഡ്വൈസസ് ടു ഹർ സൺ. ഒരു സണ്ണിന് ഒരു മദർ കൊടുക്കുന്ന അഡ്വൈസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മദർ ടു സൺ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വെൽ സൺ ഐ ടെൽ യു ലൈഫ് ഫോർ മീ ain't been a crystal clear and it's
hard tacks in it and splinters and the board stone. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യത്തെ ലൈൻസിൽ പറയുന്നത് for me life was not like a crystal stair. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ഒന്നും ആയിരുന്നില്ല എൻ്റെ ലൈഫ് എനിക്ക്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അത് ടോൺ ആയിരുന്നു, സ്പ്ലിൻറ്റേഴ്സും അതുപോലെ തന്നെ ബോർഡ് സ്റ്റോണും ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളും ചെയറുകളും അല്ലെങ്കിൽ പാതകളും അതുപോലെ തന്നെ ഒരുപാട് ആണികളും പ്രശ്നങ്ങളുമുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു എൻ്റെത്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് എ ക്രിസ്റ്റൽ സ്റ്റെയർ ഫോർ മീ. എനിക്ക് അത്ര നല്ലൊരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ ആയിരുന്നില്ല എൻ്റെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പകരം ആൻഡ് ദ പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോർ ബെയർ. അപ്പം ഞാൻ പോയ വഴികളെല്ലാം വലിയ കാർപ്പറ്റ് ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന വഴികളൊന്നും ആയിരുന്നില്ല എൻ്റെ ഈ പറഞ്ഞ പോലെയുള്ള യാത്രകളൊന്നും തന്നെ. പക്ഷെ എന്തായിരുന്നു, ഇറ്റ് വാസ് ബെയർ. ഒരു തരത്തിലുള്ള കാർപ്പറ്റ്സോ ഒന്നുമില്ലാണ്ട് ഞാൻ ബെയർ ഫുട്ടിട്ടായിട്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഓൾ ദി ടൈം ഇറ്റ്സ് ബീൻ ക്ലൈംബിങ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡ്സ് ആൻഡ് ടേണിങ് കോർണേഴ്സ് ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദി ഡാർക്ക്. അപ്പം ഞാൻ കയറി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരുപാട് കോർണേഴ്സും ഡാർക്ക്നെസ് ഉള്ള സ്പേസസും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിനെ പറ്റി, ആ മദറിൻ്റെ ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വെദർ എയിൻറ്റ് ബീൻ നോ ലൈറ്റ്, ഒരിക്കലും ലൈറ്റ് ഇല്ല, എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ എനിക്ക് വന്നിട്ടുണ്ട്. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്. പക്ഷെ എന്ത് ചെയ്യണം, ഡോണ്ട് ടേൺ യുവർ ബാക്ക്, അതായത് തിരിച്ചു നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു കണ്ടിന്യൂ, യു ജസ്റ്റ് ഹാവ് ടു ഗോ ഓൺ, മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. Cause you find it's kind of hard and don't you fall now, for us still going on honey, I am still climbing and life for me ain't been a crystal stair. പക്ഷേ ഒരിക്കലും യു ഡോണ്ട് ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ദീസ് തിങ്സ്. അത് നിർത്തി നിങ്ങൾ തിരിച്ചു പോരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ലൈഫ് ഇങ്ങനെ തന്നെയാണ്. എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയറിൽ കൂടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വഴി കൂടെ അല്ല മുന്നോട്ട് നടന്നു പോയത്. സോ യു വിൽ ഓൾസോ ഹാവ് ടു ഫേസ് ഓൾ ദീസ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. പക്ഷേ എന്ത് ചെയ്യണം, യു ഡോണ്ട് ഹാവ് ടു ഗിവ് അപ്പ്. പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാം. യു ജസ്റ്റ് ഹാവ് ടു overcome all these things with your willpower and hard work. Then you will be able to succeed the heights. നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഹൈറ്റിലേക്ക്, നിങ്ങളുടെ ഡ്രീംസിലേക്ക് you will be able to reach. Okay, so this poem എന്ന് പറയുന്നത് it is having that major metaphor that the life of this mother is compared to a staircase. It's not a crystal staircase, it is having all the torn pieces also. ഒരു ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. Then the poem is also having anaphora, അതായത് when the sentences are having similar words that are starting, similar words വെച്ചിട്ട് ഒരേ സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് അനാഫറ. സോ ഇവിടെ ആൻഡ് ഒക്കെ നമുക്ക് അങ്ങനെ അനാഫറയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന ടൈപ്പ് സംഭവങ്ങളാണ്. ഓക്കെ ഫൈൻ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പോയം. ദിസ് ഇസ് ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഇനി now we have one more chapter here. The chapter is The Castaway. നല്ലൊരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പം വരാൻ ചാൻസ് ഉള്ള ഈ പറഞ്ഞ മാതിരി അപ്രിസിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗിവൺ. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പോയട്രി ഇസ് ദർ ഇസ് എ ചാൻസ്. ദെൻ മദർ ടു സൺ നമുക്ക് അറിയുന്നതാണ്, പക്ഷെ പോയട്രി ഇസ് ഹാവിങ് ഹ്യൂജ് ചാൻസ്. ഓക്കെ, അപ്പോൾ പോയട്രീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു 1 പാരഗ്രാഫ് അല്ലെ സ്റ്റാൻസ വിൽ ബി ഗിവൺ. എന്നിട്ട് നിങ്ങളെടുത്ത് പറയും യു ജസ്റ്റ് ഹാവ് ടു മേക്ക് അപ്രിസിയേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പോയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിങ്ങൾക്ക് അറിയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ യു ക്യാൻ ജസ്റ്റ് ആഡ് ആൻഡ് ഗിവ് ദ തീമും എഴുതുക. അതിൻ്റെ കൂടുതൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അബൌട്ട് ദി പോയം ഓൾസോ ഷുഡ് ബി ദർ. ഇനി നമ്മൾ ഇതാ കാസ്റ്റവേ ആണ് നോക്കുന്നത്. ദ കാസ്റ്റവേ. അപ്പം ഇവിടെ വി ആർ സീയിങ് എ ബോയ്, കിരൺ എന്ന് പറയുന്ന ഒരു ലേഡിയും അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ശരത്തും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റിലാണ് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ദി സ്റ്റോറി. ഓക്കെ, അപ്പം they are just arguing. അവിടെ ഒരു താമസിക്കുന്നത്. they were staying in the south and Kiran fell seriously ill. അപ്പോൾ കിരണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിരൺ was seriously ill. അപ്പോൾ അവളുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ഒക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് they are just living in another village. അവിടെ എന്താ സംഭവിക്കുന്നത്, she just wanted to get back to her own house. അപ്പോൾ അവൾക്ക് തിരിച്ച് വേഗം വീട്ടിൽ പോകണമെന്നാണ്. പക്ഷേ the husband and their family is just saying that we can just stay here for some more times. കുറച്ചുകൂടെ ഇവിടെ നിൽക്കാം, എന്നാൽ your mood will be all right എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ കിരണ് she doesn't want to live there. അവൾക്ക് തിരിച്ച് നാട്ടിൽ പോയാൽ മതി, because she is not having any company here. ഇവിടെ ആരും കമ്പനി കൊടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൾ വേഗം തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ ശരത്ത് പക്ഷേ എഗ്രി ചെയ്യുന്നില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് യു നീഡ് എ ചേഞ്ച്, സോ വിൽ ജസ്റ്റ് സ്റ്റേ ഹിയർ ഇറ്റ് സെൽഫ്, ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പം ശരത്ത് നൗ
ഇപ്പോഴും നോക്കുമ്പോഴേക്കും ഇവളുടെ മുഖത്ത് നോക്കുമ്പോഴേക്കും ഷീ സ്റ്റിൽ ക്യാൻ സീ ദി വീക്ക്നെസ് ഇൻ ഹർ ഫേസ്. പക്ഷെ ഇപ്പോഴും പറയുന്നത് ഐ ആം നോട്ട് ഹാവിങ് എനി പ്രോബ്ലംസ്, ഐ ആം പെർഫെക്റ്റ്ലി വെൽ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഓക്കെ, അപ്പം കിരൺ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വി സീ എ ബോയ്, എ കാസ്റ്റവേ, വിച്ച് മീൻസ് എ സർവൈവൽ ഫ്രം എ ബോട്ട് ക്രാഷ്. ഒരു ബോട്ട് ക്രാഷിലുള്ള സർവൈവർ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലേക്ക് കടന്നു വരികയാണ്. ഹിസ് നെയിം ഇസ് നീൽകാന്ത. അപ്പം ദ മീറ്റിംഗ് ബിറ്റ്വീൻ നീൽകാന്ത ആൻഡ് കിരൺ, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ വരുന്ന നീൽകാന്തേനെ നമ്മുടെ കിരണിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ദേ വർ ജസ്റ്റ് ലൈക്ക് ഒരു മദർ ടു സൺ അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ കൈൻഡ് ഓഫ് ബോണ്ടാണ് അവർ തമ്മിൽ ക്രിയേറ്റഡ് ആവുന്നത്. ആദ്യം നമ്മുടെ വീട്ടുകാർക്കൊക്കെ, വീട്ടിലുള്ള സകല ആൾക്കാർക്കും ദേ വർ വെരി ഹാപ്പി വിത്ത് ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നീൽകാന്ത ആൻഡ് കിരൺ. കാരണം കിരൺ ഇസ് നൗ ഓക്കെ ബൈ സ്റ്റേയിങ് ദർ. അവിടെ താമസിക്കുന്നതിന് കിരൺ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായിരുന്നു. പക്ഷേ ഗ്രാജുവലി തിങ്സ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച്. കാരണം ഈ നീൽകാന്ത് എന്ന് പറയുന്ന കുട്ടി ഹി വാസ് വെരി നോട്ടി. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കൊക്കെ ഈ ചെക്കൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി തുടങ്ങി. ആൻഡ് നൗ എസ്പെഷ്യലി ശരത്തിനും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്രൂവൽ അവൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഹി വാസ് ഓൾസോ എ ടീനേജർ, ഒരു ടീനേജറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ അവൻ്റെ ഉണ്ടായ അല്ലെങ്കിൽ കിരണിലുണ്ടായ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന ഈ വികൃതി തരങ്ങളൊന്നും ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് നൗ കിരൺ ആകെപ്പാടെ കിരണിന് നീൽകാന്തയ്ക്ക് ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് പാർട്ട് ഓഫ് എ തിയേറ്ററിക്കൽ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഹി വാസ് വെരി വെൽ ഇൻ ആക്ടിങ്. നല്ല രീതിക്ക് ആക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ആകെപ്പാടെ എന്തൊക്കെ വികൃതിത്തരങ്ങൾ ഒപ്പിച്ചാലും ഇവൻ ആകെ ചെയ്യേണ്ടിരുന്നത് കിരണിന് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ്, നല്ല കുറച്ച് പ്ലേസ് ഒക്കെ കാണിച്ചു കൊടുത്ത് നല്ലൊരു കുറച്ച് ആക്ട്സ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിരൺ വിൽ ബി സപ്പോർട്ടിങ് ഹിം ഓൾവേസ്. എപ്പോഴും കിരൺ അവനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി കണ്ടിന്യൂ ടു ഡു ഓൾ ദീസ് നോട്ടി പ്രാങ്ക്സ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ആകപ്പാടെ ഇവന് കിരണിനെ ഒന്ന് നല്ല രീതിക്ക് നിർത്തിയാൽ മാത്രം മതിയായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അതിഥി കയറി വരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് സതീഷ്. അത് നമ്മുടെ ശരത്തിന്റെ ബ്രദറാണ്. ആൻഡ് സതീഷ് ആൻഡ് Kiran was almost at the same age. രണ്ടുപേരും ഒരേ ഏജിലായിരുന്നു. ആൻഡ് they were already having some kind of bond. രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും പരിപാടികളൊക്കെ തുടങ്ങി. ആൻഡ് നൗ നീൽകാന്ത സ്റ്റാർട്ടഡ് ടു ഫീൽ ലോൺലി. അവന് കുറച്ച് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്. പണ്ടത്തെ പോലെ എന്നെ കിരൺ മൈൻഡ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ എനിക്ക് ചോറൊക്കെ വാരി അല്ലെങ്കിൽ എനിക്ക് വിളമ്പി തരാനൊക്കെ എൻ്റെ അടുത്തിരിക്കുമായിരുന്നു. നൗ ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ പേയിങ് അറ്റൻഷൻ ടു ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇവളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നത് ഷീൽ ബി ജസ്റ്റ് സേയിങ് കുഴപ്പമില്ല മോനെ, ജസ്റ്റ് ഈറ്റ് മോർ എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. ബട്ട് നത്തിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻഡ് എവർ. അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. ആൻഡ് സതീഷിനോട് ഇവന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവൻ കുളിക്കാൻ പോകുമ്പോഴേക്കും ഇവൻ്റെ സോപ്പൊക്കെ അടിച്ചു മാറ്റുക അല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. ഇത്തരത്തിലുള്ള വികൃതി തരങ്ങളൊക്കെ നമ്മുടെ നീൽകാന്ത് ഒപ്പിക്കുന്നുണ്ട്. പക്ഷേ സതീഷും ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഫൈനലി വേറെ നിവൃത്തിയൊന്നുമില്ലാണ്ട് ഫൈനലി ഏറ്റവും വലിയൊരു ഒരു പരിപാടിയിലേക്ക് നമ്മുടെ നീൽകാന്ത പോവുകയാണ്. സോ സതീഷിന് അവന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇങ്ക് സ്റ്റാൻഡ്, ഒരു ഇങ്ക് പോട്ട്, ഒരു ഇങ്ക് സ്റ്റാൻഡ് വളരെ പ്രിയപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു ഇങ്ക് സ്റ്റാൻഡ് അവന് വളരെ ഫേവറേറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നീൽകാന്ത അതെടുത്ത് മാറ്റി വെക്കുകയാണ്, അതിനെ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ എടുത്ത് പുഴയിൽ എറിഞ്ഞു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലാണ് നീൽകാന്ത എത്തുന്നത്. ഓക്കെ, അപ്പം സാധനം കാണാണ്ടായി. സതീഷ് ഇസ് വെരി ഫ്യൂരിയസ് ആൻഡ് എല്ലാവരും സംശയം മുതിർക്കുന്നത് നീൽകാന്തയുടെ മേലേക്കാണ്. പക്ഷേ കിരൺ ഷീ ജസ്റ്റ് സപ്പോർട്ടഡ് ദിസ് ബോയ്. അവനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. യു കാൺ ജസ്റ്റ് സെർച്ച് ഹിസ് ബാഗ്. അവൻ്റെ ബാഗ്സ് റൂംസ് ഒന്നും ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഐ ബിലീവ് ഇൻ ഹിം. എനിക്ക് അവനോട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവർ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ദേ വിൽ ബി ജസ്റ്റ് ഗെറ്റിംഗ് ബാക്ക് ടു ഹോം. അപ്പം നീൽകാന്തൻ ഇവനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവരെത്തുന്നത്. സോ നീൽകാന്തൻ ഇവൾ ഈ ഒരു വിവരമൊക്കെ അറിയിക്കുന്നൊക്കെയുണ്ട്. ആൻഡ് നൗ ആ ഒരു ദേശത്തിലാണ് ഇവൻ എസ്പെഷ്യലി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതും. ഒരു ദിവസം ഇവൻ പിറ്റേ ദിവസങ്ങളിലൊക്കെ ആയപ്പോഴേക്കും ഇവന് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇവൻ്റെ സങ്കടമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഷീ ജസ്റ്റ് പ്ലാൻഡ് സർപ്രൈസ് ഫോർ ഹിം. അപ്പോൾ അവനൊരു കുറച്ച് ന്യൂ പെയർ ഓഫ് ഡ്രസ്സുകളും കുറച്ച് സാധനങ്ങളൊക്കെ ഷീ ജസ്റ്റ് ബോട്ട് ആൻഡ് ഷീ ജസ്റ്റ് വാണ്ടഡ് ടു പുട്ട് ദാറ്റ് ഇൻ ഹിസ് ബാഗ്. അങ്ങനെ ആ ബാഗ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെക്കാൻ വേണ്ടി തുറക്കുമ്പോഴാണ് ഷീ ജസ്റ്റ് കെയിം ടു നോ അബൌട്ട് ദിസ് തിങ് ദാറ്റ് നീൽകാന്ത് ഹാസ് സ്റ്റോളൻ ദാറ്റ് ഇങ്ക് സ്റ്റാൻഡ്. അപ്പോൾ ആ ഒരു ബാഗിൽ അതിരിക്കുന്നത് കാണുകയാണ്. ഓക്കെ, ആൻഡ് ഷീ ഈസ് ജസ്റ്റ് ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇവൾ തുറക്കുന്നതും വെക്കുന്നതും ഒക്കെ നമ്മുടെ നീൽകാന്ത പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു.
ആൻഡ് നൗ ഹി ജസ്റ്റ് ബിലീവ്സ്, അല്ലെങ്കിൽ അവന് കാര്യം മനസ്സിലായി, നമ്മുടെ കിരൺ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി എനിക്ക് എൻ്റെ ഒരു ഞാൻ പാവമാണ് അല്ലെങ്കിൽ ഞാൻ നിഷ്കളങ്ക, ഐ ആം ഇന്നസെന്റ് എന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗം ഇനി ഇല്ല എന്ന് നമ്മുടെ നീൽകാന്തയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഹി ജസ്റ്റ് വാണ്ടഡ് ടു ലീവ് ഫ്രം ദാറ്റ് പ്ലേസ്. പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും നമ്മുടെ നീൽകാന്തേനെ അവിടെ കാണുവാനില്ല. അപ്പോൾ കാണുവാനില്ല, ഹീ ഈസ് നൗ മിസ്സിങ്. അപ്പോൾ എന്താണ്, പോലീസ് കേസൊക്കെ ആവുന്നുണ്ട്, ശരത്ത് പോയി പോലീസിൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ പോലീസ്മെൻ അല്ലെങ്കിൽ ശരത്തൊക്കെ പറയുന്നുണ്ട് യു ക്യാൻ സെർച്ച് ഹിസ് ബാഗ്സ്. അപ്പോൾ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിരൺ ആണ് അതൊന്നും വേണ്ട, യു ജസ്റ്റ് ഡോണ്ട് ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് കിരൺ തന്നെ പോയി എടുത്ത് ഈ ഒരു ഇൻസ്റ്റാൻഡ് പുഴയിൽ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുന്നൊക്കെ ഉണ്ട്. ആൻഡ് ഷീ ജസ്റ്റ് ഡിഡ്ന്റ് വാണ്ട് ഹിം ടു ബി നോൺ ആസ് എ തീഫ്. അങ്ങനെ എന്താണ്, നീൽകാന്ത അവിടെ നിന്ന് മിസ്സിങ് ആവുകയാണ്. പിന്നെ അവനെ ആരും കാണുന്നില്ല. ആൻഡ് ദിസ് ഫാമിലി ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ടു ദെയർ ഓൺ വില്ലേജ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം അബൌട്ട് നീൽകാന്താസ് മിസ്സിംഗ്. നീൽകാന്ത മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാം. ഇനി നീൽകാന്താസ് ഡയറി ക്യാൻ ഓൾസോ ബി ദർ, അതായത് കിരൺ ഈ ഒരു ഇങ്ക് സ്റ്റാൻഡ് അവൻ്റെ ബാഗിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു ദിവസം അവൻ എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് ഡയറി. അപ്പം ഇനി എനിക്ക് യാതൊരു രക്ഷയുമില്ല, ഐ വിൽ ബി ജസ്റ്റ് ലീവിങ് ദിസ് ഹോം എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുതുന്ന ദാറ്റ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡയറി ഷുഡ് ഓൾസോ ബി. ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഓൾസോ ഹാസ് സം പെർട്ടിക്കുലർ ഫോമാറ്റ്. അതും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് തന്നെയാണ് ഡയറിയുടെ. യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ദ ടൈം, ഡേ, എന്തൊക്കെയാണ്, ഡേ വേണം, ടൈം ആൻഡ് ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ ടൈമിലാണ് അല്ലെങ്കിൽ ഏതാണ് ഡേറ്റ് എന്നുള്ളതും കൂടെ അവിടെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ട്യൂസ്ഡേ ആണെങ്കിൽ ട്യൂസ്ഡേ ആ ഒരു ഡേറ്റ് എന്നത് കൊടുക്കുക. ഓക്കെ, ട്യൂസ്ഡേ അല്ലെങ്കിൽ 19th ട്യൂസ്ഡേ 2023 ഇനി ഒരു ടൈമും കൂടെ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. ആൻഡ് ദെൻ ഡയറി ഉപയോഗിക്കുമ്പോൾ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ദാറ്റ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്, നമ്മളാണ് ആളെന്ന് എന്നുള്ള രീതിക്ക് വേണം യു ജസ്റ്റ് ഹാവ് ടു മേക്ക് ദാറ്റ് പെർട്ടിക്കുലർ ഡയറി. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡയറി. ഇനി അതുപോലെ തന്നെ കിരണിന്റെ ഒരു ഡയറി ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, ആ കിരണും നമ്മുടെ നീൽകാന്ത പോയ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന ആ ഒരു ദിവസത്തെ അവളുടെ ഒരു ഡയറി ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഹാവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് നൗ ദാറ്റ് ഇസ് ഓൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നൗ വി ഹാവ് one more next chapter. One more alla, we have one more chapter that is, sorry, okay, so that was the last chapter in this, and we will discuss what all discourses that we have to say here. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണ് മെയിൻലി ഉള്ളതെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഫോമൽ ലെറ്റർ പറഞ്ഞു, ദെൻ ഇൻഫോർമൽ ലെറ്റർ അതിൻ്റെ ഫോമായിട്ട് നമ്മൾ പറഞ്ഞു, ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു നോട്ട് എ നോട്ടീസ്, ഒരു നോട്ടീസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നോട്ടീസ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദിസ് കൈൻഡ് ഓഫ് ഫോമാറ്റ്. അപ്പം നോട്ടീസിന് വിൽ ബി ഹാവിങ്, നമുക്കൊരു ടൈറ്റിൽ പോലെ ഒരു നോട്ടീസ് കൊടുക്കാം അല്ലേ, നോട്ടീസ് കൊടുക്കാം. ദെൻ യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ദി സ്കൂൾസ് നെയിം, ആ സ്കൂൾസ് നെയിം നമുക്ക് കൊടുക്കാം. ദെൻ ഇനി ഇവിടെ നമുക്ക് ഏതാണ് ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലായിരിക്കും അല്ലേ നമ്മളൊരു പെർട്ടിക്കുലർ നോട്ടീസ് കൊടുക്കുന്നത്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ കൊടുക്കാം, ആഡ് ചെയ്യാം. ഇനി ഇങ്ങോട്ട് വരുമ്പോഴേക്കും യു വിൽ ബി സേയിങ് ലൈക്ക് ഡിയർ ഫ്രണ്ട്സ് അല്ലേ, ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഇവിടെ നമ്മൾ വിൽ ബി റൈറ്റിംഗ് ദ കണ്ടന്റ്. ആ കണ്ടന്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ചേർക്കണം, ടൈം, ടൈം ഷുഡ് ബി മെൻഷൻ, ദെൻ പ്ലേസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, വാട്ട് ഡേറ്റ്, then ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ്, who is inaugurating the function അല്ലെങ്കിൽ which guest is coming for this particular one എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ പലപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, യു വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് so and so are conducting a kind of program എന്ന് പറഞ്ഞിട്ടാണ് we will be writing in notice. പക്ഷേ most of you forgets to write this time, എവിടെയാണ് നടക്കുന്നത്, പ്ലേസ് എവിടെയാണ്. ഇപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ you can give that as school auditorium, സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്, what date and who all are the guests. അത് കഴിഞ്ഞിട്ട് if possible നിങ്ങൾക്ക് എന്താണ് പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്രോഗ്രാം ലിസ്റ്റ് also can be given. Okay, ടൈം ഇവിടെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ട് you can give the program list also. Okay, so that is the format of a notice. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് സം നറേറ്റീവ്സ്. നമുക്ക് എപ്പോഴും ഉള്ളതാണ് ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഒരു ഇത് തന്നിട്ട് ഒന്നുകിൽ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ നറേറ്റീവ്, അതുമല്ലെങ്കിൽ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് സം കൈൻഡ് ഓഫ് റിവ്യൂസ്. റിവ്യൂസ് ഒക്കെ
നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പം യു വിൽ ഹാവ് ടു നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ കൈൻഡ് ഓഫ് ഒപ്പീനിയൻ കൂടെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. ഒരു ബുക്കിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ഒരു സ്റ്റോറിനെ പറ്റി യു ക്യാൻ ജസ്റ്റ് ആഡ് ദാറ്റ്. ഇനി നിങ്ങൾ ആ ഒരു ബുക്കിന്റെ റിവ്യൂ എന്നൊക്കെ പറയുമ്പോഴേക്കും വിൽ ബി ആഡിങ് ലൈക്ക് നിങ്ങളൊരു ബുക്ക് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ എന്നുള്ള രീതിക്കും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാറ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളിപ്പോൾ വായിച്ച ഒരു സ്റ്റോറിനെ പറ്റി ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റോറി ഷുഡ് ഓൾസോ ബി മെൻഷൻഡ് ഇൻ ദി ഫൈനൽ പാരഗ്രാഫ്സ്. ഓക്കെ, ഇനി നമുക്കുള്ളത് പോയട്രി അല്ലെങ്കിൽ അപ്രിസിയേഷൻ ആണ്. അപ്രിസിയേഷൻ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫ്സിൽ ഗിവ് ദ ടൈറ്റിൽ, ഒരു ടൈറ്റിൽ കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ദി ഓതർ, ആരാണ് എഴുതിയിരിക്കുന്നത്, ടൈറ്റിൽ, ആൻഡ് ജസ്റ്റ് ഗിവ് എ ജസ്റ്റ്, ആ തീം എന്താണെന്ന് ജസ്റ്റ് 1 ലൈനിൽ അത് നിങ്ങളൊന്ന് പ്രസന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ലൈൻസ് എങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഡിസ്ക്രൈബിങ് ദി ലൈൻസ്. അതിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് അടുത്തൊരു പാരഗ്രാഫിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, പോയറ്റിക് ഡിവൈസസ്, ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ വന്നിട്ടുള്ളത് അത് മെൻഷൻ ചെയ്യുക. ആൻഡ് ദെൻ ഫൈനലി യു ക്യാൻ ഗിവ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് പോയം ഓൾസോ. ആ ഒരു പോയത്തെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം. Okay, and you can just conclude that appreciation by that. In നമുക്ക് we can also have things like posters അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ട്സോ പോസ്റ്റേഴ്സോ ഒക്കെ വരാം. അപ്പം നമ്മൾ അലിയാക്കിൻ ആ ചൈൽഡ് ലേബറിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ ആണെങ്കിൽ അങ്ങനെ വരാം. ഇനിയിപ്പം നേച്ചർ ഡിസ്ക്രിപ്ഷൻ, നേച്ചറുടെ പ്രിസർവേഷൻ, നമുക്ക് ടെക്സ്റ്റ് ഫേസ്റ്റിലുള്ള മറ്റേ ചാപ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ പ്രിസർവേഷൻ ഓഫ് നേച്ചർ, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിലും യു ഷുഡ് ബി തറൗ വിത്ത് സം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് 1-2 സെന്റൻസസ് ഒക്കെ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു 2-3 സെന്റൻസസ് ഒക്കെ വെച്ച് യു ഷുഡ് ബി തറൗ. ഇനി ഓരോ ചാപ്റ്റേഴ്സിലും യു വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ, ഒരു റഫ് ഐഡിയ ഷുഡ് ബി ദർ. ഇനി ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയും അലിയാക്കിൻ വാസ് വെരി ക്രൂവൽ എന്ന് നിങ്ങൾ പറയണം. അലിയാക്കിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതുകയാണ്. അപ്പം അലിയാക്കിൻ വാസ് വെരി ക്രൂവൽ അല്ലെങ്കിൽ ഹി വാസ് വെരി ഇംപേഷ്യൻ്റ് അല്ലെങ്കിൽ ഹി വാസ് വെരി ക്രൂവൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ യു ഷുഡ് ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് വിത്ത് എ സിറ്റുവേഷൻ. നിങ്ങൾ അങ്ങനെ പറയുന്നതിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഇങ്ങനെ ഇന്നതായതുകൊണ്ടാണ് അയാൾ ഇത്ര ക്രൂരനായത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഇയാൾ ഭയങ്കര രീതിക്ക് ഹൈഡ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ബീറ്റ് ചെയ്യായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ എടുത്തിടാം. Okay, and what about the character sketch of the grandfather from scholarship jacket? അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he was a very gentle kind of man. He was also very wise even though he was not having that very higher education. ഭയങ്കര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും he was very wise and intelligent. കാരണം it is from his opinion that the principal of a school changed his decision. അയാൾ പറഞ്ഞ ഒരു വാക്യം കേട്ടിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പളിന് പോലും, അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലും തൻ്റെ ഡിസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്. സോ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ എസ്പെഷ്യലി ഇൻ ക്യാരക്ടർ സ്കെച്ചസ് അത് പറയുമ്പോൾ ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ് യു ഷുഡ് ആഡ് ദീസ് തിങ്സ്. ഏത് തിങ്സ്? ഈ ഇൻസ്റ്റൻസസ് ഇന്നതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഇൻസ്റ്റൻസസും യു ഷുഡ് ഓൾസോ ആഡ്. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഭാഗത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടോ? ഇത്ര തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ഡിസ്കോഴ്സസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തിൽ നിന്നുള്ള ചാപ്റ്റർ സമ്മറീസും. യാ, ദാറ്റ്സ് ഓൾ. From this chapter നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റിൽ നോക്കുവാണെങ്കിൽ we are having Adventures of Banyan Tree, The Snake and the Mirror, Lines Written in Early Spring, then Project Tiger, My Sister's Shoe, Blowing in the Wind. ഇവിടെ നമുക്ക് Best Investment I Ever Made, Ballad of Father Gilligan and Danger of a Single Story. ഈ ലാസ്റ്റ് പോർഷൻസിലേക്ക് വരുമ്പം യു ക്യാൻ ഹാവ് സം ഡിസ്ക്രിപ്ഷൻസ്. ഇവിടെ നമുക്ക് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അത് എന്താണ്, നമ്മുടെ അഡീച്ചയുടെ കാര്യമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അവിടെ നമ്മൾ മെയിൻലി കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഫിഡയുടെ കാര്യം, ഫിഡേനെ അവൾ മീറ്റ് ചെയ്യുന്ന കാര്യം, ദെൻ അബൌട്ട് ദറ്റ് പ്രൊഫസർ, കോളേജ് അവളെ പഠിപ്പിക്കുന്ന പ്രൊഫസർ, വാട്ട് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദിസ് ഗേൾ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. പിന്നെ എവ്രി വൺ വാസ് വെരി സർപ്രൈസ്ഡ് ബിക്കോസ് ഷി വാസ് ഹിയറിംഗ് അല്ലെങ്കിൽ ഹി വാസ് സ്പീക്കിംഗ് ഇൻ എ വെരി ഗുഡ് ഇംഗ്ലീഷ്. അതൊക്കെ ഇവളെ മറ്റുള്ളവരെ വളരെയധികം സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ദാറ്റ് കോൺസെപ്റ്റ് ഓഫ് സിംഗിൾ സ്റ്റോറി അബൌട്ട് എ പെർട്ടിക്കുലർ തിങ് എന്നുള്ളതാണ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതാനോ അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് അബൌട്ട്
ഇങ്ങനെയാണോ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് റിയലി ട്രൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് വിത്ത് ദി എക്സാമ്പിൾസ് ഗിവൻ ഫ്രം ദി ടെക്സ്റ്റ്. ഇനി നമുക്ക് ബലാഡ് ഓഫ് ഫാദർ ഗള്ളിഗൻ, അതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് യു ആർ ഗിവൻ ക്വസ്റ്റ്യൻസ് അല്ലേ, അവിടെ യു ക്യാൻ ജസ്റ്റ് ആഡ് എവിടെ എന്തായിരുന്നു, വൈ വാസ് ഹി വെരി ടയേർഡ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഹി ഡു ആൻഡ് വാട്ട് വാസ് ദറ്റ് ഓൾ പോയം അബൌട്ട്. അപ്പം ഗോഡിന്റെ ഒരു ഗ്രേറ്റ്നെസ്, അപ്പം നമ്മുടെ ഈ ഫാദറിന് വയ്യാണ്ടായ ഒരു സമയത്ത് പോലും ഗോഡ് ഹാസ് സെൻഡ് ഹിസ് ഏഞ്ചൽസ് ടു സപ്പോർട്ട് ഹിം. നമ്മുടെ ആ ഒരു ഫാദറിന് പകരം someone was sent instead by the God. അപ്പം ദാറ്റ് പ്രൈസസ് ദി എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ദി അപ്പിയറൻസ് ഓഫ് ഗോഡ് ഇൻ ഈച്ച് പേഴ്സൺസ് ലൈഫ്. ഫാദർ വളരെ ടയേർഡ് ആയിട്ട് ഹി വാസ് ജസ്റ്റ് ലീനിങ് ഓൺ ദ ചെയർ ആൻഡ് ഹി ജസ്റ്റ് സ്ലെപ്റ്റ്. പക്ഷെ പിറ്റേ ദിവസം ചെന്നപ്പോഴേക്കും ദ ലേഡി ഓപ്പൺ ദി ഡോർ ആൻഡ് ഷീ വാസ് ജസ്റ്റ് എക്സ്ക്ലെയിം ലൈക്ക് my husband passed away because you just came. നിങ്ങൾ വന്നതിന് ശേഷമാണ് my husband passed away. And the father was very surprised to hear all these things. അപ്പം ഗോഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു കാര്യത്തിൽ ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ദിസ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, ഇറ്റ്സ് എൻ എനക്ടോട്ട് എന്ന് വെച്ചാൽ ഒരു സൂചിത കഥയാണ്. അവിടെ നമ്മൾ ഡോക്ടർ ക്രോണിന്റെയും അതുപോലെ തന്നെ ലാൻഡ് ലേഡിയുടെയും അതുപോലെ നമ്മുടെ സർജന്റിന്റെയും ഇൻവെസ്റ്റ്മെന്റ്സ്, what all investments that they made എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത്. അപ്പം അവിടെ the best investment was done by എന്ന് പറയുന്നത് നമുക്ക് പല ഒപ്പീനിയൻസ് ഉണ്ടാവും. 3 പേരും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. സർജൻ മിസ്റ്റർ ജോണിന് വേണ്ടിയിട്ട് അയാളുടെ ജോലി പോലും റിസ്ക് ചെയ്തിട്ടാണ് അവർ എക്സ്ക്യൂസ് കൊടുക്കുന്നത്. ലാൻഡ് ലേഡി ആണെങ്കിൽ അവരുടെ ഫിസിക്കൽ അല്ലെ എക്കണോമിക് കണ്ടീഷൻസ് ഒന്ന് ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ക്രോണിൻ ആണെങ്കിൽ ഹി ജസ്റ്റ് ഗേവ് സം എമൗണ്ട് ഓഫ് മണി ഫോർ ദിസ് ബോയ് ടു സേഫിൽ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. സോ 3 പേരും അവരുടേതായ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ബട്ട് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ക്രോണിൻ ബീങ് ദ റൈറ്റർ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഹി ജസ്റ്റ് ഫീൽസ് ലൈക്ക് I did this as the best investment in my life. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പൈസയൊക്കെ എവിടെയെങ്കിലൊക്കെ ബാങ്ക് അക്കൗണ്ട്സിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം, ഇൻ മൈ ഒപ്പീനിയൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ ഡിഡ് ഇൻ മൈ ലൈഫ് വാസ് സേവിങ് ദിസ് അല്ലെങ്കിൽ ഗിവിങ് ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ടു ദിസ് കിഡ്. ജോണിന് കൊടുത്തതാണ്. കാരണം നൗ ഹി ഈസ് ഡൂയിങ് ഓൾ ദീസ് വർക്ക്സ്, വളരെയധികം നല്ല പ്രവർത്തികൾ ഹി ഈസ് ഡൂയിങ് ഫോർ ഓൾ അതർ സ്റ്റുഡൻസ്, തന്നെ പോലെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. നൗ ജോൺ ഈസ് വർക്കിംഗ്, സോ ദാറ്റ് മെയ്ഡ് മീ ഹാർട്ട്ഫുൾ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ആൻഡ് നൗ ബാക്കി ഇങ്ങോട്ടുള്ള മൈ സിസ്റ്റേഴ്സ് ടു പ്രോജക്ട് ടൈഗർ, നമ്മൾ ഇറ്റ്സ് എ മെമ്മോയർ. സത്യജിത് റേയുടെ അയാൾ ഒരു ചിത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമൽസിനെ വെച്ചിട്ട് ഒരു ടൈഗറിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചിത്രം എങ്ങനെയാണ് ഒരു നല്ല രീതിക്ക് അല്ലെങ്കിൽ വാട്ട് ഓൾ ഡിഫിക്കൽട്ടീസ് ഡിഡ് ഹി ഹാഡ് ടു ഫേസ് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. മൈ സിസ്റ്റേഴ്സ് ടു ഇറ്റ്സ് എ സ്ക്രീൻ പ്ലേ. ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്ലേയിൽ കാണുന്നത്. ആൻഡ് മൈ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീഡത്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു ടീമിൽ വരുന്ന ഒരു സോങ് ആണത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബനിയൻ ട്രീ, ഒരു ബനിയൻ ട്രീയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുമാണ്. ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്, സ്ക്വിറൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ. ദെൻ സ്നേക്ക് ആൻഡ് ദ മിറർ ഇസ് ഓൾസോ എ ഷോർട്ട് സ്റ്റോറി. ദെൻ ലൈൻസ് റിട്ടൺ ഇൻ ദ ഏർലി സ്പ്രിംഗ്, അവിടെ നമ്മൾ നേച്ചറിന്റെ ഇമ്പോർട്ടൻസ്, ഹൗ നേച്ചർ contributes അല്ലെങ്കിൽ the different sceneries of nature are being depicted in this particular poem. Snake and the mirror എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is somewhat philosophy, homeopathy, അതുപോലെ തന്നെ that snake and the mirror. അപ്പോൾ അതും തമ്മിലുള്ള എങ്ങനെയൊക്കെയാണ് how is he experiencing all these things എന്നുള്ളതാണ് we will just see in this particular story. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഡിസ്കോഴ്സസ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സൂക്ഷിച്ച് അല്ലെങ്കിൽ you just have to be thorough with all these characters. ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആൻഡ് ഷോ ദീസ് ഇൻസ്റ്റൻസസ് ടു ഷോ എങ്ങനെയൊക്കെയാണ് ഓരോ ഇൻസ്റ്റൻസസും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ബി തറോ വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പം ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങൾ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പോയതുള്ളത് നമ്മുടെ സെക്കൻഡ് വോളിയത്തിൽ തന്നെയാണ്. സോ അവിടെ നിന്ന് നമുക്ക് മേജറായിട്ട് വരാനുള്ള ഡിസ്കോഴ്സസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമിലർ ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ഹിയർ. ഇവിടെ നിന്ന് നമുക്ക് അതുപോലെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കോഴ്സസും നമ്മൾ ചാപ്റ്റർ സമ്മറീസും വളരെ കുറഞ്ഞ നേരം കൊണ്ട് നമ്മൾ പറഞ്ഞ് നിർത്തുകയാണ്. സോ ഐ ഹോപ്പ് സോ ഫാർ ഇസ് ക്ലിയർ ഫോർ യു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ജസ്റ്റ് പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക.
ഭയങ്കരമായിട്ട് റഷിലൊന്നും ചെയ്യേണ്ട. ഐ നോ യു ഓൾ ഓഫ് യു നോ ദി ചാപ്റ്റേഴ്സ്, നമുക്ക് എല്ലാവർക്കും ചാപ്റ്റേഴ്സ് അറിയാം. ദെൻ വൺ മോർ തിങ്, വെനവർ യു ആർ റീഡിങ് ദി ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. യു ആർ ഗെറ്റിംഗ് കൂൾ ഓഫ് ടൈം, റൈറ്റ്? നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നല്ല രീതിക്ക് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് ഒരു കാര്യം കൂടെ, നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു മണ്ടത്തരാണ്, വെനവർ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ, അതിൽ നമുക്ക് അറിയത്തില്ലാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ടെങ്കിൽ വിൽ ബി ജസ്റ്റ് ഒമിറ്റിംഗ് ദാറ്റ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, സംഗതി പോയി എന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു വേർഡ് അല്ലെങ്കിൽ 2-3 വേർഡ് മീനിങ്സ് മനസ്സിലായില്ലെങ്കിലും 2-3 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ് ഫ്രം ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും ആ ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടും. അപ്പോൾ അത് വെച്ച് യു ക്യാൻ ജസ്റ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അത് പോട്ടെ, അല്ലെങ്കിൽ അത് അത്ര ശരിയല്ല, അത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. ബട്ട് ഇറ്റ് ക്യാൻ ബി ദി ഈസിയസ്റ്റ് വൺ. ഏറ്റവും ഈസിയസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയുന്നതും അതായിരിക്കും. അപ്പോൾ ഡോണ്ട് ജസ്റ്റ് ലീവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. പിന്നീട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുന്നത് വളരെയധികം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഓർ ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾക്ക് 3യിൽ നിന്ന് 2 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് റൈറ്റ് ദാറ്റ്. അല്ലാണ്ട് മുഴുവനായിട്ട് ഇത് എഴുതാൻ വെക്കാൻ നിൽക്കരുത്, ബിക്കോസ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ 3 എഴുതേണ്ടതിൽ 3 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്കേ കിട്ടുള്ളൂ, അല്ലാണ്ട് കൂടുതൽ മാർക്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ജസ്റ്റ് ടേക്ക് ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ. ഓർമ്മ വെക്കുക. So prepare well for your exam. So wishing you all the best, and we'll be seeing you in the next video. Bye bye.